മാസത്തിലാണെങ്കിൽ നമ്മളിന്ന് നോക്കാൻ പോകുന്നത് BCOC 136 ഇൻകം ടാക്സ് ലോ ആൻഡ് പ്രാക്ടീസിലുള്ള 6th യൂണിറ്റായുള്ള സാലറി പാർട്ട് 2. എന്താണ് പ്രിക്വസിറ്റ്സ്? പ്രിക്വസിറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാലറിക്ക് പുറമെ എംപ്ലോയിക്ക് നൽകുന്ന ചില ബെനിഫിറ്റ്സോ അല്ലെങ്കിൽ ഫെസിലിറ്റീസിനെയാണ് പ്രിക്വസിറ്റ്സ് എന്ന് പറയുന്നത്. സാലറിക്കോ വേജസിനോ പുറമെ എംപ്ലോയിക്ക് നൽകുന്ന ചില പ്രത്യേകതരം ഫെസിലിറ്റീസും ബെനിഫിറ്റ്സിനെയാണ് പ്രിക്വസിറ്റ്സ് എന്ന് പറയുന്നത്. അതിലെന്തൊക്കെ ഉണ്ടാവാം? ക്യാഷോ ആയിരിക്കും, അല്ലെങ്കിൽ ക്യാഷോ അല്ലെങ്കിൽ അതുപോലുള്ള വിലമതിക്കുന്ന രീതിയിലുള്ള എന്തെങ്കിലും രീതിയിലുള്ള ഫെസിലിറ്റീസ് ആയിരിക്കും. എക്സാമ്പിൾ റെൻറ്റ് ഫ്രീ അക്കോമഡേഷൻ, കാർ ഫെസിലിറ്റി, അതൊക്കെ ആയിരിക്കാം. അങ്ങനെ ടാക്സബിലിറ്റി എന്ന് പറയുന്നത് പ്രിക്വസിറ്റ് ആർ ടാക്സബിൾ അണ്ടർ ഹെഡ് സാലറി ഹെഡിലാണ് പ്രിക്വസിറ്റ്സ് വരുന്നത്, കൊണ്ട് തന്നെ അത് ടാക്സബിൾ ആണ്. അത് ഹെഡ് സാലറി വരുന്നുണ്ടെങ്കിൽ അവിടെ എന്തുണ്ടാവണം? എംപ്ലോയർ റിലേഷൻഷിപ്പ് ഉണ്ടാവണം. എംപ്ലോയർ റിലേഷൻഷിപ്പ് ഉണ്ടെങ്കിൽ മാത്രമേ അത് സാലറി ഹെഡിലേക്ക് പ്രിക്വസിറ്റ്സ് വരികയുള്ളൂ. അല്ലാന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇതിനെ ഇൻകം ഫ്രം അതർ സോഴ്സസ് എന്നുള്ള രീതി എന്നതിൻ്റെ അണ്ടറിലാണ് ഇത് വരിക. ഇനി എംപ്ലോയി ഇത്തരത്തിലുള്ള ഈ പ്രിക്വസിറ്റ്സ് വേണ്ടാന്ന് വെക്കുകയാണെന്നുണ്ടെങ്കിൽ, അത് യൂസ് ചെയ്തിട്ടില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ അയാൾ ടാക്സ് ഒന്നും നൽകേണ്ട ആവശ്യമില്ല. എക്സാമ്പിൾ റെൻറ്റ് ഫ്രീ അക്കോമഡേഷൻ, കൺകഷൻ ലോൺസ്, റീംബേഴ്സ്മെൻറ്റ് ഓർ പേഴ്സണൽ എക്സ്പെൻസസ്. അടുത്തത് നമുക്ക് നോക്കാം ടൈപ്പ് ഓഫ് പ്രിക്വസിറ്റ്സ്. പ്രിക്വസിറ്റ്സിൻ്റെ ടൈപ്സുകളാണ്. ഫസ്റ്റ് വൺ, പ്രിക്വസിറ്റ്സ് ടാക്സബിൾ ഫോർ ഓൾ എംപ്ലോയീസ്. എല്ലാ എംപ്ലോയീസിനും ഈ ഇത്തരത്തിലുള്ള പ്രിക്വസിറ്റ്സ് യൂസ് ചെയ്യുമ്പം ടാക്സ് അടയ്ക്കേണ്ടി വരുന്ന പ്രിക്വസിറ്റ്സ് എന്തൊക്കെയാണെന്നാണ്. അതിൽ അവരുടെ പൊസിഷനോ സാലറിയോ ഒന്നും ബാധകമല്ല. എല്ലാ എംപ്ലോയീസും അതിൻ്റെ മുകളിൽ അവരുപയോഗിക്കുന്ന ഈ പ്രിക്വസിറ്റ്സിൻ്റെ മുകളിൽ എന്ത് ചെയ്യണം? ടാക്സ് അടക്കണം. ഫസ്റ്റ് വൺ, റെൻറ്റ് ഫ്രീ അക്കോമഡേഷൻ. എംപ്ലോയിക്ക് താമസ സൗകര്യം നൽകുകയാണെന്നുണ്ടെങ്കിൽ ഫ്രീ ഓഫ് കോസ്റ്റിന് അയാൾക്ക് താമസ സൗകര്യം അക്കോമഡേഷൻ നൽകുന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് ടാക്സബിൾ ആണ്. ടാക്സബിൾ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യുന്നത് സിറ്റി പോപ്പുലേഷനായി വെച്ചിട്ടും അതുപോലെ എംപ്ലോയിൻ്റെ ആക്ച്വൽ സാലറി, ഇത് രണ്ടും വെച്ചിട്ടാണ് അതിൻ്റെ ടാക്സബിൾ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഇനി കൺകഷൻ റെൻ്റ് ആണെന്നുണ്ടെങ്കിൽ, കൺകഷൻ റെൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാർക്കറ്റ് വാല്യൂയിൽ നിന്ന് കുറഞ്ഞ റെൻറ്റ് കൊടുക്കാം. മാർക്കറ്റ് റെൻറ്റ് എത്രയാണോ നമ്മളെ മാർക്കറ്റ് റെൻറ്റ് നടക്കുന്നത് അതിൽ നിന്നും കുറഞ്ഞ റെൻറ്റിലാണ് നമ്മുടെ എംപ്ലോയിക്ക് താമസം അക്കോമഡേഷൻ കൊടുക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഡിഫറൻസ് വെച്ചിട്ടാണ് മാർക്കറ്റ് റെൻറ്റും റെൻറ്റ് പെയ്ഡ് ബൈ ദ എംപ്ലോയിയും തമ്മിലുള്ള ഡിഫറൻസ് നോക്കുക. ആ ഡിഫറൻസാണ് ടാക്സബിളായിട്ട് വരിക. അടുത്ത, പേയ്മെൻറ്റ് ഓഫ് എംപ്ലോയീസ് ഒബ്ലിഗേഷൻസ്. ഇനി എന്തെങ്കിലും എംപ്ലോയിയുടെ പേഴ്സണൽ എക്സ്പെൻസസ് എന്തെങ്കിലും പേയ്മെൻറ്റ് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ടാക്സബിൾ ആണ്. എക്സാമ്പിൾ പേഴ്സണൽ ലോണ്, ക്ലബ് ബിൽസ്, എഡ്യൂക്കേഷൻ ഫീസ് ഓഫ് ദ എംപ്ലോയീസ് ചിൽഡ്രൻ, ഇൻകം ടാക്സ്, ഗ്യാസ്, ഇലക്ട്രിസിറ്റി, വാട്ടർ ബിൽസ്, ഇതൊക്കെ എംപ്ലോയിയുടെ പേഴ്സണൽ എക്സ്പെൻസസ് ആണ്. ഈ പേഴ്സണൽ എക്സ്പെൻസസ് എംപ്ലോയർ പേ ചെയ്തിട്ടുണ്ടെങ്കിൽ അതൊക്കെ ടാക്സബിൾ ആണ്. അടുത്ത, ലൈഫ് ഇൻഷുറൻസ് പ്രീമിയം. എംപ്ലോയിക്ക് ലൈഫ് ഇൻഷുറൻസ് പ്രീമിയം പേ ചെയ്തിട്ടുണ്ടെങ്കിൽ അതും ടാക്സബിൾ ആണ്. അതുപോലെ സ്പെസിഫൈഡ് സെക്യൂരിറ്റി ഓഫ് സ്വെറ്റ് ഇക്വിറ്റി ഷെയർസ്. എംപ്ലോയിക്ക് കൺകഷൻ റേറ്റിൽ സെറ്റ് ഇക്വിറ്റി ഷെയർ നൽകിയിട്ടുണ്ടെങ്കിൽ ആ റേറ്റിന് മുകളിൽ, ആ വാല്യൂവിൻ്റെ മുകളിൽ ടാക്സബിൾ ആണ്. അതുപോലെ എംപ്ലോയർ കോൺട്രിബ്യൂഷൻ ടു സൂപ്പറാനേഷൻ ഫണ്ട് 1,50,000 മുകളിൽ കൊടുത്തു കഴിഞ്ഞാൽ ആ എക്സസ് എമൗണ്ട് ടാക്സബിൾ ആണ്. അടുത്ത, ഫ്രിഞ്ച് ബെനിഫിറ്റ് എന്ന് പറയുന്നത് എന്തൊക്കെയാണ്? ഇൻട്രസ്റ്റ് ഫ്രീ ഓർ കൺകഷൻ ലോൺസ്, ഫ്രീ ഫുഡ്, റിഫ്രഷ്മെൻറ്റ്സ്, ബീവറേജസ്, ക്രെഡിറ്റ് ഫെസിലിറ്റീസ്, ക്ലബ് മെമ്പർഷിപ്പ്, അതുപോലെ യൂസ് ഓഫ് ദ എംപ്ലോയീസ് മൂവബിൾ അസറ്റ്സ്, ഇതൊക്കെയാണ് ഫ്രിഞ്ച് ബെനിഫിറ്റ്സ്. അപ്പം ഇത്രയൊക്കെയാണ് പ്രിക്വസിറ്റ്സിൻ്റെ ടൈപ്പുകൾ. അടുത്തത്, പ്രിക്വസിറ്റ് ടാക്സബിൾ ഫോർ സ്പെസിഫൈഡ് എംപ്ലോയീസ്. സ്പെസിഫൈഡ് എംപ്ലോയീസിന് മാത്രം നൽകപ്പെടുന്ന ചില പ്രിക്വസിറ്റ്സ് ഉണ്ട്. അവർ ടാക്സബിൾ ആകുന്ന ചില പ്രിക്വസിറ്റ്സ് എന്തൊക്കെയാണ്? സ്പെസിഫൈഡ് എംപ്ലോയീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡയറക്ടർ ഓഫ് ദ കമ്പനി ആവാം, അല്ലെങ്കിൽ ഒരു കമ്പനിയുടെ 20 മുകളിലോ ഇക്വിറ്റി ഷെയർസ് കൈവശം വെച്ചിരിക്കുന്ന എംപ്ലോയി ആയിരിക്കാം, അല്ലെങ്കിൽ അയാളുടെ മോണിറ്ററി സാലറി 50,000 മുകളിലുള്ള എംപ്ലോയീസ് ആയിരിക്കും. അവർക്കൊക്കെ ഒരു സ്പെസിഫിക് ആയിട്ടുള്ള സൗകര്യം, ഫെസിലിറ്റീസ് നൽകുന്നുണ്ട്. അപ്പം ഈ സ്പെസിഫൈഡ് എംപ്ലോയീസ് മാത്രം ടാക്സബിൾ ആവുന്ന ചില പ്രിക്വസിറ്റ്സ് എന്തൊക്കെയാണെന്നാണ്: മോട്ടോർ കാർ ഫെസിലിറ്റീസ്, അതുപോലെ ഡൊമസ്റ്റിക് സെർവൻറ്റ്, അവർക്ക് സ്വീപ്പർ, ഗാർഡ്, വാച്ച്മാൻ ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്നത് എംപ്ലോയർ.
ഫ്രീ ഗ്യാസ്, ഇലക്ട്രിസിറ്റി, വാട്ടർ, അതുപോലെ ഫ്രീ എഡ്യൂക്കേഷൻ, അവരുടെ കുട്ടികൾക്ക് എഡ്യൂക്കേഷൻ കൊടുക്കുന്നത്, പേഴ്സണൽ ട്രാവൽ, ഇത്രയൊക്കെ ഇത് ഈ ടൈപ്പ് ഫെസിലിറ്റീസ് ആർക്കാണ് കിട്ടുക? സ്പെസിഫൈഡ് എംപ്ലോയീസിന് മാത്രമാണ് ലഭിക്കുക. അപ്പം അതൊക്കെയാണിത്. ആരൊക്കെയാണ് സ്പെസിഫൈഡ് എംപ്ലോയീസ്? ഡയറക്ടർ ആയിരിക്കാം, അല്ലെങ്കിൽ 20% അല്ലെങ്കിൽ കൂടുതലോ ഇക്വിറ്റി ഷെയർ കൈവശം വെച്ചിരിക്കുന്ന എംപ്ലോയി, അല്ലെങ്കിൽ 50,000 മുകളിൽ സാലറി ഉള്ള മോണിറ്ററി സാലറി ഉള്ള എംപ്ലോയി. ഈ ടാക്സ് ഫ്രീ പ്രിക്വസിറ്റ്സ്, എല്ലാ എംപ്ലോയിക്കും ടാക്സ് ഫ്രീ ആയിട്ടുള്ള ചില പ്രിക്വസിറ്റ്സ് എന്തൊക്കെയാണെന്നാണ്: മെഡിക്കൽ ബെനിഫിറ്റ്, ടീ, സ്നാക്ക്, ട്രാൻസ്പോർട്ട് ഫെസിലിറ്റി, ലാപ്ടോപ്പ് ഓർ കമ്പ്യൂട്ടർ, ഇൻട്രസ്റ്റ് ഫ്രീ ലോൺ, അക്കോമഡേഷൻ ഇൻ റിമോട്ട് ഏരിയാസ്. ഇൻട്രസ്റ്റ് ഫ്രീ ലോൺ 20,000 20,000 അതിന് താഴെയാണെന്നുണ്ടെങ്കിൽ അതിന് എന്താണ്? ടാക്സ് നൽകേണ്ട. അക്കോമഡേഷൻ ഇൻ റിമോട്ട് ഏരിയാസ്, ലീവ്, ട്രാവൽ കൺകഷൻ, ടെലിഫോൺ ഫെസിലിറ്റി, എഡ്യൂക്കേഷൻ ഫെസിലിറ്റി, ടാക്സ് പെയ്ഡ് ബൈ ദ എംപ്ലോയർ. ഇത്രയൊക്കെയാണ് ടാക്സ് ഫ്രീ പ്രിക്വസിറ്റ്സ് എന്ന് പറയുന്നത്. ഇനി എങ്ങനെയാണ് നമുക്ക് പ്രിക്വസിറ്റ്സിൻ്റെ വാല്യൂസ് കാണുക എന്നുള്ളതാണ്. ഇപ്പോൾ റെൻറ്റ് ഫ്രീ അക്കോമഡേഷൻ ആണെങ്കിൽ അതിൻ്റെ വാല്യൂ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുന്നത് ബേസ്ഡ് ഓൺ സിറ്റി ഓഫ് പോപ്പുലേഷൻ. എവിടെയാണോ അവർക്ക് അക്കോമഡേഷൻ കൊടുത്തിരിക്കുന്നത് അവിടെയുള്ള പോപ്പുലേഷൻ അനുസരിച്ചിട്ടായിരിക്കും. പോപ്പുലേഷൻ അതുപോലെ എംപ്ലോയിയുടെ സാലറിയും വെച്ചിട്ടാണ് അതിൻ്റെ വാല്യൂ കാണുക. ഇനി മോട്ടോർ കാർ ഫെസിലിറ്റി ആണെങ്കിൽ ഡിപ്പെൻഡ് ഓൺ ദ എൻജിൻ കപ്പാസിറ്റി യൂസേജ്. വണ്ടിയുടെ എൻജിൻ കപ്പാസിറ്റി അനുസരിച്ചും, അതുപോലെ എന്തിനാണത് യൂസ് ചെയ്യുന്നത്, പേഴ്സണലാണോ ഒഫീഷ്യൽ യൂസിനാണോ അത് ഉപയോഗിച്ചിരിക്കുന്നത് എന്നുള്ളത് വെച്ചിട്ടാണ് മോട്ടോർ കാർ ഫെസിലിറ്റിൻ്റെ വാല്യൂ കാണുന്നത്. നമുക്ക് റെൻറ്റ് ഫ്രീ അക്കോമഡേഷൻ്റെ വാല്യൂ എങ്ങനെ കാണുന്നത് നോക്കാം. അപ്പം റെൻറ്റ് ഫ്രീ അക്കോമഡേഷൻ കാണുന്നതിന് ചില കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. ടൈപ്പ് ഓഫ് എംപ്ലോയി, ഇത്തരത്തിലുള്ള എംപ്ലോയി ആണെന്ന് ആദ്യം നമ്മൾ കണക്കാക്കണം. ഗവൺമെൻറ് എംപ്ലോയി ആണെന്നുണ്ടെങ്കിൽ ഗവൺമെൻറ് എംപ്ലോയീസ് ആയിരിക്കണമെന്നുണ്ടെങ്കിൽ സെൻട്രൽ സ്റ്റേറ്റ് ഗവൺമെൻറ് എംപ്ലോയീസോ അല്ലെങ്കിൽ ഡെപ്യൂട്ടേഷനിലുള്ള എംപ്ലോയീസ് ആയിരിക്കും. അത്തരത്തിലുള്ള എംപ്ലോയീസുകൾ എന്ന് പറയും ഗവൺമെൻറ് എംപ്ലോയീസ്. ഈ നോൺ ഗവൺമെൻറ് എംപ്ലോയീസ് എന്ന് പറഞ്ഞാൽ ഈ മുകളിൽ പറഞ്ഞിരിക്കുന്നതിന് പെടാത്ത ആൾക്കാരാണ് നോൺ ഗവൺമെൻറ് എംപ്ലോയീസ്. അതുപോലെ ടൈപ്പ് ഓഫ് അക്കോമഡേഷൻ, ഫർണിഷ്ഡ് ആണോ അൺഫർണിഷ്ഡ് ആണോ എന്നുള്ളതും നമ്മൾ നോക്കേണ്ടതായിട്ടുണ്ട്. അൺഫർണിഷ്ഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഒന്നും ഫർണിഷ്ഡും ആയിരിക്കില്ല, ഒന്നും അമനിറ്റീസ് ഒന്നും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടാവില്ല. ഫർണിഷ്ഡ് ആണെങ്കിൽ TV, ഫ്രിഡ്ജ്, AC അങ്ങനത്തെ തരത്തിലുള്ള കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ആയിരിക്കും. അപ്പം ഈ രണ്ട് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം. റെൻറ്റ് ഫ്രീ അക്കോമഡേഷൻ്റെ വാല്യൂ നമ്മൾ കാണുന്നതിന് മുമ്പ് ഏത് ടൈപ്പ് ഓഫ് എംപ്ലോയി ആരാന്ന് കാണണം, ടൈപ്പ് ഓഫ് അക്കോമഡേഷൻ എങ്ങനെയുള്ളതാണെന്നും ആദ്യം മനസ്സിലാക്കി വെക്കണം. നമുക്ക് നോക്കാം വാല്യൂഷൻ ഓഫ് റെൻറ്റ് ഫ്രീ അക്കോമഡേഷൻ എങ്ങനെ വരുന്നത്. ഫോർ ഗവൺമെൻറ് എംപ്ലോയീസ് ആണെങ്കിൽ അൺഫർണിഷ്ഡ് അക്കോമഡേഷൻ ആണെന്നുണ്ടെങ്കിൽ വാല്യൂ ഈസ് ഈക്വൽ ടു ലൈസൻസ് ഫീ ഡിറ്റർമൈൻ ബൈ ദ ഗവൺമെൻറ് ഡിറ്റർമൈൻ ചെയ്തിരിക്കുന്ന ലൈസൻസ് ഫീ, ഒരു ലൈസൻസ് ഫീ അവർ കണക്കാക്കിയിട്ടുണ്ടാവും. അപ്പോൾ ലൈസൻസ് ഫീ ഡിറ്റർമൈൻ ബൈ ദ ഗവൺമെൻറ് മൈനസ് റെൻറ്റ് പെയ്ഡ് ബൈ ദ എംപ്ലോയി. എന്തെങ്കിലും റെൻറ്റ് എംപ്ലോയി പേ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൽ നിന്ന് മൈനസ് ചെയ്യും, ഡിഡക്റ്റ് ചെയ്യും. എക്സാമ്പിൾ, ലൈസൻസ് ഫീ 12,000 ഗവൺമെൻറ് സെറ്റ് ചെയ്തിരിക്കുന്നത്, പക്ഷേ എംപ്ലോയി ഒന്നും അടച്ചിട്ടില്ല, 0 ആണ്. അപ്പം വാല്യൂ ഓഫ് പ്രിക്വസിറ്റ്സ് എത്രയാണ്? 12,000 രൂപ തന്നെയാണ്. ഇനി ഫർണിഷ്ഡ് അക്കോമഡേഷൻ ആണെന്നുണ്ടെങ്കിലും വാല്യൂ ഈസ് ഈക്വൽ ടു വാല്യൂ ഓഫ് അൺഫർണിഷ്ഡ് അക്കോമഡേഷൻ പ്ലസ് 10% ഓഫ് ദ കോസ്റ്റ് ഓഫ് ദ ഫർണിച്ചർ ഇഫ് ഓൺഡ് ബൈ ദ ഗവൺമെൻറ് ഓർ ആക്ച്വൽ ഹയർ ചാർജസ്. ഇനി റെൻറ്റഡ് ആണെന്നെങ്കിൽ അതിൻ്റെ ഹയർ ചാർജസും. ഫർണിഷ്ഡ് അക്കോമഡേഷൻ ആണെങ്കിൽ കണക്കാക്കുന്നത് എങ്ങനെയാണ്? വാല്യൂ ഓഫ് അൺഫർണിഷ്ഡ് അക്കോമഡേഷൻ പ്ലസ് 10% ഓഫ് ദ കോസ്റ്റ്, ഫർണിച്ചറിന് 10% കോസ്റ്റും, അല്ലാന്നുണ്ടെങ്കിൽ ഇത് റെൻറ്റഡ് ആണെങ്കിൽ ഇതിൻ്റെ ഹയർ ചാർജസും തമ്മിൽ ആഡ് ചെയ്തിട്ടാണ് ഫർണിഷ്ഡ് അക്കോമഡേഷൻ്റെ വാല്യൂ കാണുക. എക്സാമ്പിൾ, ലൈസൻസ് ഫീ 12,000, ഹയർ ചാർജസ് ഫർണിച്ചർ 2,000 ആണെന്നുണ്ടെങ്കിൽ വാല്യൂ ഓഫ് പ്രിക്വസിറ്റ്സ് എത്രയാണ്? 12,000 പ്ലസ് 2,000 ഈസ് ഈക്വൽ ടു 14,000. അപ്പം എത്രയാണ് ഫർണിഷ്ഡ് അക്കോമഡേഷൻ്റെ വാല്യൂ എത്രയാണ് വരുന്നത്? 14,000 രൂപയാണ്. ഇത് ഗവൺമെൻറ് എംപ്ലോയീസിൻ്റെ കാര്യമാണ് പറഞ്ഞത്. ഇനി ഫോർ നോൺ ഗവൺമെൻറ് എംപ്ലോയീസ് ആണെന്നുണ്ടെങ്കിൽ അൺഫർണിഷ്ഡ് അക്കോമഡേഷൻ എങ്ങനെയാണ് കാണുക? വാല്യൂ ഡിപ്പെൻഡ് ഓൺ ദ സിറ്റി പോപ്പുലേഷൻ അനുസരിച്ചിട്ടായിരിക്കും. സിറ്റി പോപ്പുലേഷൻ അതുപോലെ എംപ്ലോയിയുടെ സാലറിയും ബേസ് ചെയ്തിട്ടായിരിക്കും നമ്മളതിൻ്റെ വാല്യൂ കാണുക. സിറ്റി പോപ്പുലേഷൻ 25 lakhലും കൂടുതലാണെന്നുണ്ടെങ്കിൽ 50% ഓഫ് ദ സാലറി കാണണം. സിറ്റി വിത്ത് പോപ്പുലേഷൻ 10 to 25 lakh ആണെങ്കിൽ 10% ഓഫ് സാലറി. ഇനി മറ്റ് സിറ്റികളിലാണെങ്കിൽ 7.5 ഓഫ് ദ സാലറി കാണണം. ഈ സാലറി എന്ന് പറയുന്നത് എന്തൊക്കെ ഇൻക്ലൂഡഡ് ആണ്? ബേസിക് സാലറി പ്ലസ് ടിയർനെസ് അലവൻസ്, ബോണസ്, കമ്മീഷൻ, അതർ ടാക്സബിൾ അലവൻസ്.
ഇനി ഫർണിഷ്ഡ് അക്കോമഡേഷൻ കാണാൻ വേണ്ടി വാല്യൂ ഇസ് ഈക്വൽ ടു എന്താണ് വാല്യൂ ഓഫ് അൺഫർണിഷ്ഡ് അക്കോമഡേഷൻ പ്ലസ് 10% ഓഫ് ദ കോസ്റ്റ് ഓഫ് ദ ഫർണിച്ചർ ഇഫ് ഓൺഡ് ബൈ ദ എംപ്ലോയർ ആണെന്നുണ്ടെങ്കിൽ 10% ഓഫ് ദ കോസ്റ്റ് ഓഫ് ദ ഫർണിച്ചർ. ഇനി അത് റെൻറ്റഡ് ആണെങ്കിൽ അതിൻ്റെ ആക്ച്വൽ ഹയർ ചാർജസ് എത്രയാണോ. ഇനി അക്കോമഡേഷനിൽ എന്തൊക്കെയുണ്ട്? ഹൗസ്, ഫ്ലാറ്റ്, ഫാം ഹൗസ്, ഹോട്ടൽ, മോട്ടൽ, ഗസ്റ്റ് ഹൗസ്, കാരവാൻ ഷിപ്പ്, ഇതൊക്കെ എന്താണ് അക്കോമഡേഷനിൽ ഇൻക്ലൂഡഡ് ആണ്. ഇനി എക്സംഷൻസ്, ജഡ്ജ് ഓഫ് ഹൈക്കോർട്ട്, സുപ്രീം കോർട്ട് എന്നിവർക്കൊന്നും റെൻറ്റ് ഫ്രീ റെസിഡൻസിന് എന്ത് ചെയ്യേണ്ട? ടാക്സ് അടക്കണ്ട. റെൻറ്റ് ഫ്രീ അക്കോമഡേഷൻ ഫോർ യൂണിയൻ മിനിസ്റ്റർ, MPs, ലീഡർ ഓഫ് ഒപ്പോസിഷൻ ഇവർക്ക് നൽകുന്ന ഫ്രീ എന്താണ് റെൻറ്റ് ഫ്രീ അക്കോമഡേഷനും എന്താണ് എക്സംഷൻസ് ഉണ്ട്. ഒരു ക്വസ്റ്റ്യൻ കൊടുത്തിട്ടുണ്ട്. മിസ്റ്റർ വൈ ഈസ് എൻ IAS ഓഫീസർ ഓഫ് ദ മിനിസ്ട്രി ഓഫ് ഹോം അഫയേഴ്സ്, ന്യൂഡൽഹി. ഹി ഡ്രോസ്. IAS ഓഫീസർ എന്ന് പറയുമ്പോൾ ഇവിടെ നമുക്ക് മനസ്സിലായി അയാൾ എന്താണ്? ഗവൺമെൻറ് എംപ്ലോയി ആണ്. അപ്പം അയാളുടെ ബേസിക് പേ 12,000 ഡിയർനെസ് അലവൻസ് 1,200 ബോണസ് 3 മന്ത് ബേസിക് സാലറി. എഡ്യൂക്കേഷൻ അലവൻസ് 6,000 സിറ്റി കോമ്പൻസേറ്ററി അലവൻസ് 6,000 റെൻറ്റ് ഫ്രീ ഹൗസ് അറ്റ് ജോർബഗ് മാർക്കറ്റ് റെൻറ്റ് എത്രയാണ്? 72,000 പെർ ഇയർ ആണ്. ലൈസൻസ് ഫീ ഡിറ്റർമൈൻ ബൈ ദ ഗവൺമെൻറ് എത്രയാണ്? 12,000 ആണ്. കോസ്റ്റ് ഓഫ് ഫർണിച്ചർ 50,000. ഹയർ ചാർജസ് ഫോർ ഫർണിച്ചർ 2,000. അപ്പോൾ ഇവിടെ ഡിറ്റർമൈൻ ദ വാല്യൂ ഓഫ് റെൻറ്റ് ഫ്രീ അക്കോമഡേഷൻ ഓഫ് ദ ഹൗസസ്. നമ്മൾ ഇതിൻ്റെ എന്താണ് റെൻറ്റ് ഫ്രീ ഹൗസിൻ്റെ വാല്യൂ കാണണം. ഫേർണിഷ്ഡ് ആണും അൺഫേർണിഷ്ഡ് ആണെങ്കിലും ഫേർണിഷ്ഡ് ആണെങ്കിലും എത്രയാണ് ഇതിൻ്റെ വാല്യൂ വരുന്നതാണ് നമ്മൾ കാണേണ്ടത്. അപ്പം ഗവൺമെൻറ് എംപ്ലോയി ആയതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് കണ്ടാൽ മതി? ലൈസൻസ് ഡിറ്റർമൈൻഡ് ബൈ ദ ഗവൺമെൻറ് മാത്രം കണ്ടാൽ മതി. അപ്പം അൺഫർണിഷ്ഡ് അക്കോമഡേഷൻ ആയതുകൊണ്ട് തന്നെ ലൈസൻസ് ഡിറ്റർമൈൻ ദ ഗവൺമെൻറ് എത്രയാണ്? 12,000. അപ്പോൾ അതിൻ്റെ വാല്യൂ വരുന്നത് 12,000 ആണ്. അൺഫർണിഷ്ഡ് ആണെങ്കിൽ എന്താണ്? ലൈസൻസ് ഫീ പ്ലസ് ഹയർ ചാർജസ് ഓഫ് ഫർണിച്ചർ. അപ്പം 12,000 പ്ലസ് 2,000 ഈസ് ഈക്വൽ ടു 14,000. ഇനി സമ്മറി ടാബ്ലറ്റ് ഉണ്ട്. ഗവൺമെൻറ് എംപ്ലോയി ആണെങ്കിൽ അൺഫർണിഷ്ഡ് ആണ് ലൈസൻസ് ഫീ മൈനസ് റെൻറ്റ് പെയ്ഡ് ബൈ ദ എംപ്ലോയി. ഇനി ഫർണിഷ്ഡ് ആണെങ്കിൽ ലൈസൻസ് ഫീ പ്ലസ് 10% ഓഫ് ഫർണിച്ചർ കോസ്റ്റ് ഇഫ് ഓൺഡ് ഓർ ഹയർ ചാർജസ് ഇഫ് റെൻറ്റഡ്. നോൺ ഗവൺമെൻറ് എംപ്ലോയീസ് ആണ്. അൺഫർണിഷ്ഡ് ആണെങ്കിൽ സിറ്റി പോപ്പുലേഷൻ വെച്ചിട്ട് നമ്മൾ കാണണം 50%, 10%, 7.5% നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ ഫർണിഷ്ഡ് ആണെങ്കിൽ വാല്യൂ ഓഫ് അൺഫർണിഷ്ഡ് പ്ലസ് 10% ഓഫ് ദ ഫർണിച്ചർ കോസ്റ്റ് ഇഫ് ഓൺഡ് ഓർ ഹയർ ചാർജസ് ഇഫ് റെൻറ്റഡ്. ഇനി ഇതിലൊന്നും പെടാത്ത എംപ്ലോയറാണ് അക്കോമഡേഷൻ നൽകുന്നത്. ലൈക്ക് എന്താണ്? ബാങ്കിലോ പ്രൈവറ്റ് സെക്ടറിലോ ബാങ്കിലോ കോർപ്പറേഷൻസിലോ ഒക്കെ ഉള്ള എംപ്ലോയറാണ്. അവിടെയുള്ള എംപ്ലോയർ എന്താണ് റെൻറ്റ് ഫ്രീയിലോ അല്ലെങ്കിൽ കൺകഷൻ റെൻറ്റിലോ റേറ്റ്സിലോ അക്കോമഡേഷൻ നൽകുകയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ അതിൽ ടൈപ്പ് ഓഫ് അക്കോമഡേഷൻ വരും. ഫർണിഷ്ഡ് ഉണ്ടാവും, അൺഫർണിഷ്ഡ് ഉണ്ടാവും, ഹോട്ടൽ അക്കോമഡേഷനും വരും. അതിൻ്റെ ക്രൈറ്റീരിയ ഇത് വെച്ചിട്ടാണ് 10 lakhൽ കുറവാണെങ്കിൽ 75% ഓഫ് ദ സാലറി ആക്ച്വൽ പെയ്ഡ് ഓർ 50%. ഇതിലേതാണോ ഏറ്റവും ലീസ്റ്റ് എമൗണ്ട്, എത്രയാണോ റെൻറ്റ് പേ ചെയ്തിരിക്കുന്നത്, അല്ലെങ്കിൽ 50% ഓഫ് സാലറിയിൽ ഏതാണോ ലീസ്റ്റ് എമൗണ്ട് അതെടുക്കും. അതുപോലെ 10 to 25 lakh ആണെങ്കിൽ 10% ഓഫ് സാലറി. ഇതിൽ ലീസ്റ്റ് എമൗണ്ട് ആയിട്ടുള്ള ആക്ച്വൽ റെൻറ്റ് പെയ്ഡോ അല്ലെങ്കിൽ 50% ഓഫ് സാലറി. 25 lakhൽ കൂടുതലാണെന്നുണ്ടെങ്കിൽ 50% ഓഫ് ദ സാലറി, ആക്ച്വൽ റെൻറ്റ് പെയ്ഡ് ഓർ 50% ഓഫ് സാലറി. ഇനി എംപ്ലോയി എന്തെങ്കിലും റെൻറ്റ് പേ ചെയ്തിട്ടുണ്ടെങ്കിൽ അതെന്ത് ചെയ്യും? ഡിഡക്റ്റ് ചെയ്യും അതിനകത്തുനിന്ന്. സാലറി ഡെഫിനിഷൻ എന്തൊക്കെയാണ്? ഡിയർനെസ്, ബേസിക് പേ പ്ലസ് ഡിയർനെസ്, ബോണസ്, കമ്മീഷൻ, ടാക്സബിൾ അലവൻസ് ഒക്കെ ആഡ് ചെയ്തിട്ടുള്ളതാണ്. എക്സ്ക്ലൂഡ് എന്താണ്? ഡിയർനെസ് അലവൻസ് നോട്ട് അണ്ടർ ടേംസ്, PF കോൺട്രിബ്യൂഷൻ, എക്സെപ്റ്റ് ഓൾ അലവൻസ്, എക്സെപ്റ്റ് അലവൻസ് എക്സാമ്പിൾ എഡ്യൂക്കേഷൻ അലവൻസ് അപ് ടു 100 per month per child. ഇനി ഹോട്ടൽ അക്കോമഡേഷൻ ആണെന്നുണ്ടെങ്കിൽ എങ്ങനെയാണത് കാണുക? 24% ഓഫ് ദ സാലറി ഫോർ ദ റെലവൻറ്റ് പീരീഡ്. അയാളുടെ റെലവൻറ്റ് പീരീഡിലുള്ള സാലറി 25% അല്ലെങ്കിൽ ആക്ച്വൽ ഹോട്ടൽ ചാർജസ് പെയ്ഡ് ബൈ ദ എംപ്ലോയർ. എത്രയാണോ അയാൾ ഹോട്ടൽ ചാർജ് ചെയ്തിരിക്കുന്നത്, അതിൽ ഏതാണോ ലീസ്റ്റ് എമൗണ്ട് അതായിരിക്കും ടാക്സബിൾ വാല്യൂ. ഇനി എക്സംഷൻസ് 50 days ലെസ് ദാൻ 15 ദിവസം അതിൽ കുറവാണോ അയാൾ ഹോട്ടലിൽ താമസിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതെന്തല്ല? ടാക്സബിൾ അല്ല.
രണ്ട് ക്വസ്റ്റ്യൻ കൊടുത്തിട്ടുണ്ട്. ടെക്സ്റ്റ് ബുക്കിൽ പൂർണ്ണമായിട്ടുള്ള ക്വസ്റ്റ്യൻ ഉണ്ടാവും, ഇതിനകത്ത് ജസ്റ്റ് കുറച്ചേ ഉള്ളൂ. സാലറി 72,000 ബേസിക്. ഇല്ലുസ്ട്രേഷൻ പൈലറ്റ് ഇൻ മുംബൈ, പോപ്പുലേഷൻ 25 lakhs, മോർ ദാൻ 25 lakhs. അപ്പം ക്വസ്റ്റ്യൻ ടെക്സ്റ്റ് ബുക്കിലുണ്ട്. അയാൾ സാലറി എങ്ങനെ കാണാം? 72,000 ബേസിക് പ്ലസ് 12,000 ഡിയർനെസ് പ്ലസ് 6,000 ബോണസ് 3,600 ടാക്സബിൾ എഡ്യൂക്കേഷൻ അലവൻസ് ഈക്വൽ ടു അയാൾ സാലറി എന്ന് പറഞ്ഞാൽ എത്രയാണ്? 93,600 ആണ്. ഇനി അൺഫർണിഷ്ഡ് കാണാൻ വേണ്ടി ഈ 93,600 50% കാണാം. അപ്പോൾ 40,040 rupees ആണ് വരിക. ഇനി ഫേർണിഷ്ഡ് കാണണമെങ്കിൽ ഈ 40,440 പ്ലസ് 10% ഓഫ് ദ ഫർണിച്ചറിൻ്റെ വാല്യൂ നിന്ന് 10% കാണുക. അപ്പോൾ എത്രയാണ് നമുക്ക് കിട്ടുക? 24,040 രൂപ. ഈ ക്വസ്റ്റ്യൻ ഫുള്ളായിട്ട് ടെക്സ്റ്റിനകത്ത് ഉണ്ടാകും. അതുപോലെ തന്നെയാണ് ഇതും, ജസ്റ്റ് നോക്കിപ്പോയാൽ മതി. അടുത്ത അക്കമഡേഷൻ ആൻഡ് കൺകഷണൽ റെൻറ്റ്. കൺകഷണൽ റെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മാർക്കറ്റ് റെൻറ്റ്, മാർക്കറ്റിൽ കൊടുക്കുന്ന ഒരു റെൻറ്റ് വാല്യൂയിൽ നിന്നും കുറച്ചിട്ടാണ് എംപ്ലോയിക്ക് താമസം അയാൾക്ക് അക്കമഡേഷൻ കൊടുത്തിരുന്നത്. ഇപ്പോൾ മാർക്കറ്റ് വാല്യൂയിൽ നിന്നും കുറഞ്ഞ റെൻറ്റിനായിരിക്കും എംപ്ലോയിക്ക് അക്കമഡേഷൻ നൽകിയിട്ടുണ്ടാവുക. ഇതെന്താണ്? ഇതിന് പ്രിക്വസിറ്റായി ട്രീറ്റ് ചെയ്യും, അതിന് സാലറിയുടെ ഹെഡിൽ വരികയും അത് ടാക്സബിളും ആയിരിക്കും. അപ്പം ഇങ്ങനെയാണ് കൺകഷണൽ വാല്യൂ നമ്മൾ അക്കമഡേഷനെ കാണുക. ഇവിടെ നമ്മൾ കൺകഷണൽ അക്കമഡേഷൻ കാണുന്നത് എപ്പോഴും പെർസെൻറ്റേജ് ഓഫ് ദ എംപ്ലോയീസിൻ്റെ സാലറിയുടെ പെർസെൻറ്റേജ് വെച്ചിട്ടാണ്. ദ പേഴ്സൺ ഡിപ്പെൻഡ് ഓൺ ദ ലൊക്കേഷൻ ഓഫ് ദ അക്കമഡേഷൻ. എവിടെയാണോ അയാൾക്ക് അക്കമഡേഷൻ കൊടുത്തിരിക്കുന്നത് അതനുസരിച്ചിട്ടാണ് അയാളുടെ സാലറിയുടെ മുകളിൽ പെർസെൻറ്റേജ് കാണുന്നത്. നമ്മൾ മുകളിൽ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട് 50% ഓഫ് സാലറി ഇൻ ദ സിറ്റീസ് വിത്ത് പോപ്പുലേഷൻ എക്സീഡിങ് 25 lakhs. 25 ലക്ഷത്തിൽ കൂടുതൽ ആൾക്കാർ പോപ്പുലേഷനുള്ള സിറ്റീസിലാണ് അക്കമഡേഷൻ കൊടുത്തിട്ടുണ്ടെങ്കിൽ അയാളുടെ സാലറിയുടെ 50% കാണണം. 10 to 25 lakh ആണെങ്കിൽ 10% കാണണം. മറ്റുള്ള സിറ്റീസ് ആണെന്നുണ്ടെങ്കിൽ പോപ്പുലേഷൻ 10 lakh ആൻഡ് ബിലോ ആണെന്നുണ്ടെങ്കിൽ 7.5% സാലറി മുകളിൽ കാണും. ഇനി എന്തെങ്കിലും റെൻറ്റ് പെയ്ഡ് ചെയ്യുകയോ അല്ലെങ്കിൽ അയാളുടെ ഭാഗത്തു നിന്ന് പൈസ റിക്കവർ ചെയ്ത് കിട്ടിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എംപ്ലോയറുടെ കയ്യിൽ നിന്ന് അത് ഈ വാല്യൂയിൽ നിന്ന് ഡിഡക്റ്റ് ചെയ്യും. അത് ആ ഡിഡക്റ്റ് ചെയ്തിരിക്കുന്ന റിമൈനിങ് എമൗണ്ട് ആയിരിക്കും വാല്യൂ ഓഫ് കൺകഷൻ എന്ന് പറയുന്നത്. എന്നിട്ട് അത് എന്ത് ചെയ്യും? എംപ്ലോയിയുടെ സാലറിയിലേക്ക് ആഡ് ചെയ്യും. വാല്യൂഷൻ ഓഫ് കൺകഷൻ അക്കമഡേഷൻ. അൺഫർണിഷ്ഡ് അക്കമഡേഷൻ ആണെങ്കിൽ ദ അക്കമഡേഷൻ ഈസ് ഓൺഡ് ബൈ ദ എംപ്ലോയർ. ഈ അക്കമഡേഷൻ എംപ്ലോയർ ഓൺ ചെയ്തിട്ടുള്ള ആണെന്നുണ്ടെങ്കിൽ ദ വാല്യൂ ഓഫ് കൺകഷൻ കാൽക്കുലേറ്റഡ് പെർസെൻറ്റേജ് ഓഫ് ദ എംപ്ലോയർ സാലറി നമ്മൾ നേരത്തെ പറഞ്ഞു. ഡിപ്പെൻഡ് ഓൺ ദ സിറ്റി 50% ആണോ 10% ആണോ 75% ആണോ അതനുസരിച്ചിട്ട് എന്ത് ചെയ്യും? കാണുക. അതിനുശേഷം വാല്യൂ ഓഫ് കൺകഷൻ കാണുന്നത് എങ്ങനെയാണ്? ഈസിക്കൽ ടു സാലറിയുടെ ഈ സിറ്റി പോപ്പുലേഷൻ ഏത് സിറ്റിയിലാണോ അവർ നിൽക്കുന്നത് അതനുസരിച്ചിട്ടുള്ള പെർസെൻറ്റേജ് വെച്ചിട്ട് അവരുടെ സാലറി പെർസെൻറ്റേജ് കാണുക. 50%, 10%, 70.5 ഓഫ് സാലറി മൈനസ് റെൻറ്റ് പെയ്ഡ് ബൈ എംപ്ലോയി. അതാണ് അൺഫർണിഷ്ഡ് അക്കമഡേഷനിൽ എന്താണ് നമ്മൾ ഇഫ് ദ അക്കമഡേഷൻ ഇസ് ഓൺഡ് ബൈ ദ എംപ്ലോയി നമ്മൾ വാല്യൂ ഓഫ് കൺകഷൻ കാണുന്നത്. ഇഫ് ദ അക്കമഡേഷൻ ഇസ് ടേക്കൺ ഓൺ ലീസ് ബൈ ദ എംപ്ലോയി, എംപ്ലോയർ ലീസിന് എടുത്തിട്ടുള്ള അക്കമഡേഷൻ ആണെന്നുണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ എങ്ങനെയാണ് കാണുക? വാല്യൂ ഓഫ് കൺകഷൻ ഈസ് ഈക്വൽ ടു ആക്ച്വൽ റെൻറ്റ് പെയ്ഡ് ഓർ 50% ഓഫ് ദ സാലറി വിച്ച് എവർ ഈസ് ലെസ്. ആക്ച്വൽ എത്രയാണ് റെൻറ്റ് കൊടുത്തിരിക്കുന്നത് അല്ലെങ്കിൽ സാലറിയുടെ 50%, ഇതിലേതാണ് ലെസ് എമൗണ്ട് അതെടുക്കുക, മൈനസ് റെൻറ്റ് റിക്കവേർഡ് ഫ്രം ദ എംപ്ലോയിയുടെ കയ്യിൽ നിന്ന് കിട്ടിയിരിക്കുന്ന റെൻറ്റ്. ഇത് രണ്ടും മൈനസ് ചെയ്യുമ്പോൾ നമുക്കതിൻ്റെ വാല്യൂ കിട്ടും. ഇനി ഫർണിഷ്ഡ് അക്കമഡേഷൻ്റെത്, the accommodation is furnished, the value of furnished is also considered. Value of concussion is equal to value for unfurnished accommodation plus 10% of the cost of the furniture or rent charges of furniture if rented. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെയാണ് വാല്യൂ ഓഫ് അൺഫർണിഷ്ഡ് അക്കോമഡേഷൻ പ്ലസ് കോസ്റ്റ് ഓഫ് 10% ഓഫ് കോസ്റ്റ് ഓഫ് ഫർണിച്ചർ അല്ലാന്നുണ്ടെങ്കിൽ ഇനി റെൻറ്റഡ് ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഹയർ ചാർജസ്. ഇനി ഹോട്ടലിലാണ് അക്കോമഡേഷൻ എന്നുണ്ടെങ്കിൽ വാല്യൂ ഓഫ് കൺകഷന് ഈസ് ഈക്വൽ ടു 24% ഓഫ് ദ സാലറി ഓർ ആക്ച്വൽ ഹോട്ടൽ ചാർജസ് വിച്ച് എവർ ഈസ് ലെസ്. ഒന്നെങ്കിൽ സാലറിയുടെ 24% കാണും, അല്ലെങ്കിൽ 24% സാലറി എടുക്കും. അതുപോലെ എത്രയാണോ ശരിക്കും ഹോട്ടലിൽ പേയ്മെൻറ്റ് ചെയ്തിരിക്കുന്നത്, ഈ രണ്ട് പേയ്മെൻറ്റും എടുത്തിട്ട് ഈ രണ്ട് എമൗണ്ട് എടുത്തിട്ട് ഏതാണോ ലീസ്റ്റ് എമൗണ്ട് അതായിരിക്കും
വാല്യൂ ഓഫ് കൺകഷൻ. നേരത്തെ നമ്മൾ മുകളിൽ ഇവിടെ പറഞ്ഞത് ഒന്നുകൂടെ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നതാണ് കേട്ടോ. ഈ കാര്യങ്ങൾ ഒന്നുകൂടെ ഇതിന് ഡീറ്റെയിൽ ആയിട്ട് പറയുന്നതാണ് ഇവിടെ. ഇനി 50 ഡേയ്സോ അതിൽ കുറവോ ആയിട്ടാണ് നമ്മൾ ഹോട്ടൽ അക്കോമഡേഷൻ എടുത്തിരിക്കുന്നതെങ്കിൽ അത് ടാക്സബിൾ അല്ല. അടുത്ത് ഇൻട്രസ്റ്റ് ഫ്രീ ലോൺസ് ഓർ കൺകഷൻ ലോൺസ്. ഇൻട്രസ്റ്റ് ഫ്രീ ലോൺസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എംപ്ലോയിക്ക് ഇൻട്രസ്റ്റ് ഒന്നും കൂടാതെ ലോൺ നൽകുന്നതാണ്. ഇനി കൺകഷൻ ലോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മാർക്കറ്റിലുള്ള ഇൻട്രസ്റ്റ് റേറ്റിൽ നിന്നും കുറവ് ഇൻട്രസ്റ്റ് റേറ്റിൽ എംപ്ലോയിക്ക് ലോൺ നൽകുന്നതാണ്. ഇവിടെ നമ്മൾ ഒരു ബെഞ്ച് മാർക്കായിട്ട് ഉപയോഗിക്കുന്നത്, ബെഞ്ച് മാർക്കായിട്ട് കണക്കാക്കുന്ന SBIയുടെ ഇൻട്രസ്റ്റ് റേറ്റിനെയാണ്. ഫോർ എക്സാമ്പിൾ ഇപ്പം ഇവിടെ കൊടുത്തിട്ടുണ്ട് ലോൺ ടു ദ എംപ്ലോയി ഓർ ഫാമിലി മെമ്പേഴ്സ്. ഈ ലോൺ ആർക്ക് കൊടുക്കും? ഒന്നെങ്കിൽ എംപ്ലോയിക്ക് അല്ലെങ്കിൽ എംപ്ലോയിയുടെ ഫാമിലി മെമ്പേഴ്സിനായിരിക്കും. ഇതിൻ്റെ ലോൺ എങ്ങനെയാണ് നമ്മൾ വാല്യൂ കാണുന്നത്? ഇൻട്രസ്റ്റ് ബിറ്റ്വീൻ ദ നമ്മൾ എംപ്ലോയിക്ക് നൽകിയിരിക്കുന്ന ഇൻട്രസ്റ്റ് റേറ്റും അതുപോലെ SBIയുടെ ഇൻട്രസ്റ്റ് റേറ്റും തമ്മിലുള്ള വ്യത്യാസം, ഡിഫറൻസ് കാണുക. അതാണ് ടാക്സബിൾ വാല്യൂ ഓഫ് ദ ലോൺ. എക്സാമ്പിൾ, എംപ്ലോയിക്ക് നൽകിയിരിക്കുന്ന ലോണിൻ്റെ മുകളിൽ ഇൻട്രസ്റ്റ് 6% ആണ്. എന്നാൽ ഇവിടെ SBIയുടെ ഇൻട്രസ്റ്റ് റേറ്റ് എന്ന് പറഞ്ഞാൽ 10% ആണ്. SBI എന്തുകൊണ്ട് എടുത്തെന്ന് പറഞ്ഞാൽ SBIയുടെ ബെഞ്ച് മാർക്കായിട്ട് കണക്കാക്കുന്ന ഒരു മാർക്കറ്റ് റേറ്റ് എന്ന നിലയിലാണ് SBIയുടെ ഇൻട്രസ്റ്റിന് എടുത്തിരിക്കുന്നത്. അപ്പം SBIയുടെ റേറ്റ് എന്ന് പറഞ്ഞാൽ 10% ആണ്. അപ്പം അത് തമ്മിലുള്ള ഡിഫറൻസ് ആണ് ശരിക്കും ടാക്സബിൾ വാല്യൂ. ഇവിടെ കൊടുത്തിട്ടുണ്ട്, ഇപ്പം എംപ്ലോയർ ഓഫർ എ ലോൺ അറ്റ് റേറ്റ് ലോവർ ദാൻ SBI ബെഞ്ച് മാർക്ക് റേറ്റ്. SBIയുടെ ബെഞ്ച് മാർക്ക് റേറ്റിനെക്കാട്ടി കുറവായിട്ട് എംപ്ലോയിക്ക് ലോൺ നൽകുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഡിഫറൻസ് കണ്ടിട്ടാണ് നമ്മൾ ടാക്സബിൾ വാല്യൂ ഓഫ് ലോൺ കണക്കാക്കുന്നത്. എക്സാമ്പിൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്, ഇഫ് ദ ലോൺ എമൗണ്ട് 10 lakh ലോൺ എടുക്കുകയും SBIയുടെ റേറ്റ് വരുന്നത് 10% ആണ്. അപ്പം അതിൻ്റെ ഇൻട്രസ്റ്റ് റേറ്റ് എത്രയായിരിക്കും? 10%, 10 lakhൻ്റെ 10% 1 lakh ആണ്. എന്നാൽ എംപ്ലോയിക്ക് നൽകിയിരിക്കുന്നത് 6% ആണ്. 6% ആണ് നൽകിയിരിക്കുന്നത്. അപ്പം അങ്ങനെ കാണാം, നമ്മൾക്ക് 10 lakhൻ്റെ 6% കാണാം. അപ്പം നമുക്ക് എത്ര കിട്ടും? $60,000 നമുക്ക് ലഭിക്കും. അപ്പം ഇതിൻ്റെ ഡിഫറൻസ് നമ്മൾ കാണുക, 1 lakh minus 60,000 is equal to 40,000. അപ്പോൾ 40,000 ആണ് ടാക്സബിൾ പ്രിക്വസിറ്റ്സ് എന്ന് പറയുന്നത്. ഇനി ലോൺ എമൗണ്ട് 20,000 കുറവാണെന്നുണ്ടെങ്കിൽ അത് ടാക്സബിൾ അല്ല. അടുത്ത ട്രാവലിംഗ് ആൻഡ് ടൂറിംഗ് ആൻഡ് അതർ എക്സ്പെൻസ് പെയ്ഡ് ബൈ ദ എംപ്ലോയർ. ഇനി എംപ്ലോയിയുടെ ട്രാവൽ എക്സ്പെൻസസ് എടുക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ ടൂർ പോയതോ അല്ലെങ്കിൽ ഹോളിഡേ എക്സ്പെൻസൊക്കെ നമ്മൾ എംപ്ലോയിയുടെ ഇത്തരത്തിലുള്ള എക്സ്പെൻസ് വഹിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് ചില സെർട്ടൻ കണ്ടീഷൻ്റെ അണ്ടറിൽ ടാക്സബിൾ ആണ്. കണ്ടീഷൻസ് എന്തൊക്കെയാണ്? ഓൾ എംപ്ലോയീസ് റിസീവ്ഡ് സിമിലർ ഫെസിലിറ്റി. എല്ലാ എംപ്ലോയികളും സിമിലർ ഫെസിലിറ്റീസ് ലഭിക്കുന്നുണ്ട്. സെയിം ഫെസിലിറ്റി എല്ലാ എംപ്ലോയീസിനും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ടോട്ടൽ എമൗണ്ട് പെയ്ഡ് ബൈ ദ എംപ്ലോയർ, എത്രയാണോ എംപ്ലോയർ ആ എക്സ്പെൻസ് പേ ചെയ്തിരിക്കുന്നത്, മൈനസ് എമൗണ്ട് റിക്കവർഡ് ഫ്രം ദ എംപ്ലോയിയുടെ കയ്യിൽ നിന്ന് ലഭിച്ചിരിക്കുന്ന പൈസ എന്ന് ഡിഡക്റ്റ് ചെയ്യും. അതിൻ്റെ ഡിഫറൻസ് കാണുന്ന ആ പൈസ ആയിരിക്കും ടാക്സബിൾ ആവുക. അടുത്ത് നോട്ട് ഓൾ എംപ്ലോയീസ് റിസീവ്ഡ് സെയിം ബെനിഫിറ്റ്. എല്ലാ എംപ്ലോയീസിനും ഈ ബെനിഫിറ്റ് കിട്ടുന്നില്ല. ഒരു സെർട്ടൻ എംപ്ലോയീസിന് മാത്രമാണ് ഇത്തരത്തിലുള്ള ബെനിഫിറ്റ്സ് കിട്ടുന്നുണ്ടെന്നുണ്ടെങ്കിൽ എങ്ങനെയാണ് ഇതിൻ്റെ വാല്യൂ ഓഫ് ഫെസിലിറ്റീസ് കാണുക? വാല്യൂ ഓഫ് ഫെസിലിറ്റീസ് പ്രൊവൈഡ് ബൈ ദ ഏജൻസീസ് മൈനസ് ദ സം റിക്കവർഡ് ഫ്രം ദ എംപ്ലോയി. ഇനി എംപ്ലോയി ഓൺ ഒഫീഷ്യൽ ടൂറിലാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ടാക്സബിൾ അല്ല. പക്ഷേ ഒഫീഷ്യൽ ടൂർ പോയി അതോടൊപ്പം അയാളുടെ ഫാമിലി മെമ്പറിനെയും അയാൾ കൂട്ടിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആ എംപ്ലോയറിൻ്റെ ഫാമിലിക്ക് വേണ്ടി ചിലവഴിച്ചിരിക്കുന്ന എക്സ്പെൻസിൻ്റെ മുകളിൽ ടാക്സബിൾ ആണ്. ഹോളിഡേ എക്സ്റ്റെൻഡ് ടു ഒഫീഷ്യൽ ടൂർ. ഇഫ് ദ ഒഫീഷ്യൽ ടൂർ എക്സ്റ്റെൻഡ് ടു ഹോളിഡേയ്സ്, ഒഫീഷ്യൽ ടൂർ ഹോളിഡേയിലേക്ക് എക്സ്റ്റെൻഡ് ആയി കഴിഞ്ഞാൽ എന്തൊക്കെ എക്സ്പെൻസസ് ആണ് എംപ്ലോയർ നൽകിയിട്ടുള്ളത് അത് എന്ത് ചെയ്യണം? ടാക്സബിൾ ആയിരിക്കും. ഫ്രീ ഫുഡ്, റിഫ്രഷ്മെൻറ്റ് ആൻഡ് ബിവറേജസ്.
എംപ്ലോയർ മേ പ്രൊവൈഡ് ഫ്രീ ഫുഡ് ബിവറേജസ് എംപ്ലോയീസ് ഡ്യൂറിങ് ഓഫീസ് അവേഴ്സ്. ഓഫീസ് അവേഴ്സിൽ എംപ്ലോയിക്ക് എന്താണ് ഫുഡും വെള്ളമൊക്കെ കൊടുക്കും, ഭക്ഷണമൊക്കെ കൊടുക്കുന്നതാണ്. അപ്പോൾ ഫ്രീ ആയിട്ട് ഭക്ഷണവും വെള്ളമൊക്കെ കൊടുക്കുന്നതാണ്. അപ്പം അത് ഒന്നുകിൽ എസ്പെഷ്യലി റിമോട്ട് ലൊക്കേഷനോ അല്ലെങ്കിൽ അവരുടെ സൗകര്യത്തിനൊക്കെ വേണ്ടിയിട്ടായിരിക്കും ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നൽകുന്നത്. അത് ടാക്സബിൾ ആണ്. എങ്ങനെ അതിൻ്റെ ചില കണ്ടീഷൻ്റെ അണ്ടറിൽ ടാക്സബിൾ ആണ്. എങ്ങനെയാണ്? ടീ സ്നാക്ക് റിഫ്രഷ്മെൻ്റ് ആണെങ്കിൽ ടാക്സബിൾ അല്ല. ഡ്യൂറിങ് ഓഫീസ് അവേഴ്സിൽ ടീയും സ്നാക്സൊക്കെ ഫ്രീ ആയിട്ട് കൊടുത്തത് ടാക്സബിൾ അല്ല. പക്ഷേ ഫ്രീ മീൽ ഓർ നോൺ ആൽക്കഹോളിക് ബിവറേജ്, നമ്മൾ മീൽ 50 റുപ്പീസ് പെർ മീല് 50 രൂപയാണെന്നുണ്ടെങ്കിൽ ടാക്സബിൾ അല്ല. പക്ഷേ 50 രൂപയുടെ മുകളിൽ അത് എക്സീഡ് ആയി കഴിഞ്ഞാൽ എക്സസ് വാല്യൂവിൻ്റെ മുകളിൽ എന്ത് ചെയ്യണം? ടാക്സ് നൽകേണ്ടതായിട്ട് വരും. ഈ നോൺ ട്രാൻസ്ഫറബിൾ വൗച്ചേഴ്സിലാണ് മീൽ നമ്മൾ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നുണ്ടെങ്കിൽ 50 രൂപയുടെ മുകളിൽ വരികയാണെന്നുണ്ടെങ്കിൽ അതും ടാക്സബിൾ ആണ്. അടുത്ത മീൽ കോസ്റ്റ് റിക്കവറി. ഇഫ് ദ എംപ്ലോയർ റിക്കവർ പാർട്ട് ഓഫ് ദ മീൽ കോസ്റ്റ് ഫ്രം ദ എംപ്ലോയി ദ ടാക്സബിൾ വാല്യൂ ഇസ് റെഡ്യൂസ്ഡ് ബൈ ദ എമൗണ്ട് റിക്കവർഡ്. ഇവിടെ പറയുന്നത് ഈ മീൽ നൽകിയതിൽ നിന്നും എംപ്ലോയറുടെ കയ്യിൽ നിന്ന് ഇതിലുള്ള പണം റിക്കവർ ചെയ്ത് കിട്ടിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് ഇതുമായിട്ട് ഡിഡക്റ്റ് ചെയ്യും. ആ ഡിഡക്റ്റ് ചെയ്ത എമൗണ്ട് മാത്രമേ ടാക്സബിൾ ആവുന്നുള്ളൂ. ഗിഫ്റ്റ് വൗച്ചേഴ്സ് ആൻഡ് ടോക്കൺസ്. ഇവിടെ ഗിഫ്റ്റ് എംപ്ലോയിക്ക് എന്തെങ്കിലും ഗിഫ്റ്റോ അല്ലെങ്കിൽ ക്യാഷ് പോലത്തെ എന്തെങ്കിലും കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ടാക്സബിലിറ്റി എങ്ങനെയാണെന്നാണ്. ഗിഫ്റ്റ് ക്യാഷ് ആയിട്ടോ അല്ലെങ്കിൽ ക്യാഷായിട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റുന്ന ചെക്കൊക്കെ ആണെങ്കിൽ അത് ഫുള്ളി ടാക്സബിൾ ആണ്. ഗിഫ്റ്റ് ഓൺ സെറിമണിയൽ ഒക്കേഷൻസ് നൽകുന്നത് ഗിഫ്റ്റിൻ്റെ വാല്യൂ 5000-ൽ കൂടുതൽ കടന്നു കഴിഞ്ഞാൽ, 5000-ൽ കുറവാണെങ്കിൽ ടാക്സബിൾ അല്ല. പക്ഷേ ഈ ഗിഫ്റ്റിൻ്റെ വാല്യൂ 5000-ൽ കൂടുതൽ പെർ ഇയറിൽ കടന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? അടുത്ത ടാക്സബിൾ ആണ്. നോൺ ക്യാഷ് ഗിഫ്റ്റ് ലൈക്ക് കൈൻഡ് അപ് ടു 5000 പെർ ഇയർ നോട്ട് ടാക്സബിൾ. ക്യാഷ് ഗിഫ്റ്റ് ആണെന്നുണ്ടെങ്കിൽ ക്യാഷോ അല്ലെങ്കിൽ ക്യാഷ് ആക്കി മാറ്റാൻ പറ്റുന്ന രീതിയിലുള്ള ചെക്സൊക്കെയാണ് കൊടുക്കുന്നത്, അത് ഫുള്ളായിട്ട് ടാക്സബിൾ ആണ്. അതിൻ്റെ എമൗണ്ടൊന്നും കാര്യമല്ല, അത് ടാക്സബിൾ ആണ്. എത്ര എമൗണ്ട് ആയാലും ഇത് ടാക്സബിൾ ആണ്. ഇനി ക്രെഡിറ്റ് കാർഡ് ഫെസിലിറ്റീസും. എംപ്ലോയിക്ക് എന്തെങ്കിലും അവരുടെ ക്രെഡിറ്റ് കാർഡ് ഫെസിലിറ്റീസ് നൽകുകയാണെന്നുണ്ടെങ്കിൽ ദ എക്സ്പെൻസ് പെയ്ഡ് ബൈ ദ എംപ്ലോയർ ആർ ടാക്സബിൾ. ഇതിൽ എംപ്ലോയർ നൽകിയിരിക്കുന്ന എക്സ്പെൻസ് പേ ചെയ്തിരിക്കുന്ന പണത്തിൻ്റെ മുകളിൽ എന്താണ്? ടാക്സബിൾ ആണ്. ഇനി ഇത് ഇത്തരത്തിലുള്ള ഈ എക്സ്പെൻസസ് ഉണ്ടായിരിക്കുന്നത് ഒഫീഷ്യൽ പർപ്പസിനാണെങ്കിൽ അത് ടാക്സബിൾ അല്ല. അല്ലാതെ പേഴ്സണൽ യൂസ് ആയി കഴിഞ്ഞാൽ അത് ടാക്സബിൾ ആണ്. ടാക്സബിൾ വാല്യൂ എങ്ങനെയാണ് കാണുക? ടോട്ടൽ എക്സ്പെൻസ് പെയ്ഡ് ബൈ ദ എംപ്ലോയർ മൈനസ് എക്സ്പെൻസ് ഫോർ ദ ഒഫീഷ്യൽ യൂസ് ആൻഡ് എനി എമൗണ്ട് റിക്കവർഡ് ഫ്രം ദ എംപ്ലോയി. ഇനി ക്ലബ് എക്സ്പെൻഡിച്ചർ. ഇനി നമ്മൾ എംപ്ലോയിക്ക് എന്തെങ്കിലും ക്ലബ്ബിൽ മെമ്പർഷിപ്പ് എടുക്കുന്നതിനോ മറ്റും പേ ചെയ്യാമെന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് പ്രിക്വസിറ്റ്സിൻ്റെ അണ്ടറിൽ വരികയും വാല്യൂ ഓഫ് പ്രിക്വസിറ്റ്സ് ആയിട്ട് കണക്കാക്കുകയും എത്രയാണോ എമൗണ്ട് പേ ദ എംപ്ലോയർ മൈനസ് എനി എമൗണ്ട് പെയ്ഡ് ബൈ ദ എംപ്ലോയി. എങ്ങനെയാണ് ഇതിൻ്റെ വാല്യൂ കണക്കാക്കുക? എത്രയാണോ എംപ്ലോയർ പേ ചെയ്തിരിക്കുന്ന മണി അത് എംപ്ലോയിയുടെ കയ്യിൽ നിന്ന് റിക്കവർ ചെയ്തിരിക്കുന്ന അല്ലെങ്കിൽ എംപ്ലോയി പേ ചെയ്തിരിക്കുന്ന മണി അതിൽ നിന്ന് മൈനസ് ആക്കും. ആ കിട്ടുന്ന എമൗണ്ട് ആയിരിക്കും ടാക്സബിൾ. കണ്ടീഷൻ ഫോർ ടാക്സബിലിറ്റി. ഹെൽത്ത് ആൻഡ് സ്പോർട്സ് ക്ലബ്ബ് ആണെന്നുണ്ടെങ്കിൽ എല്ലാ എംപ്ലോയീസിനും പ്രൊവൈഡ് ചെയ്തിരിക്കുന്ന ഹെൽത്ത് ആൻഡ് സ്പോർട്സ് ക്ലബ്ബ് മെമ്പർഷിപ്പ് ഫെസിലിറ്റീസ് ആണെന്നുണ്ടെങ്കിൽ അത് എക്സംപ്റ്റഡ് ആണ്. ഇനി ക്ലബ് മെമ്പർഷിപ്പ് അത് പ്രൊവൈഡ് ദ എക്സ്പെൻസ് ആർ ഫോർ ദ ഒഫീഷ്യൽ പർപ്പസ്. ഈ എക്സ്പെൻസസ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്ന ഒഫീഷ്യൽ പർപ്പസിനായതുകൊണ്ട് തന്നെ ടാക്സബിൾ അല്ല. ക്ലബ് മെമ്പർഷിപ്പ് ഫീസ്. ഇനി എന്തെങ്കിലും ഇനീഷ്യൽ ഫീസ് ഓർ കോർപ്പറേറ്റ് മെമ്പർഷിപ്പ് ഫോർ ക്ലബ്സ് എന്നിവ നമ്മുടെ എംപ്ലോയർ നൽകിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ, മാത്രമല്ല ഈ എംപ്ലോയ്മെൻറ്റ് കഴിഞ്ഞാലും ഇത്തരത്തിലുള്ള ബെനിഫിറ്റ് അയാൾക്കത് കിട്ടുന്നില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇത്തരത്തിലുള്ള ക്ലബ് മെമ്പർഷിപ്പ് ഫീസ് എക്സംപ്റ്റഡ് ആണ്. യൂസ് ഓഫ് എംപ്ലോയീസ് മൂവബിൾ അസറ്റ്സ്. നമ്മുടെ എംപ്ലോയർ എന്തെങ്കിലും മൂവബിൾ അസറ്റ്സ് എംപ്ലോയിക്ക് നൽകാൻ, ലൈക്ക് കമ്പ്യൂട്ടർ, കാർ, അങ്ങനെ ഇത്തരത്തിലുള്ള മൂവബിൾ അസറ്റ്സ് എംപ്ലോയിക്ക് നൽകുകയാണെന്നുണ്ടെങ്കിൽ ഫോർ പേഴ്സണൽ യൂസ് ദ വാല്യൂ ഓഫ് ദ ബെനിഫിറ്റ് ഇസ് ടാക്സബിൾ. അത് പേഴ്സണൽ യൂസിനാണ് നൽകിയിരിക്കുന്നത്, അത് ടാക്സബിൾ ആണ്. ടാക്സബിൾ വാല്യൂ എങ്ങനെയാണ് കാണുന്നത്?
കമ്പ്യൂട്ടറും ലാപ്ടോപ്പും ആണെങ്കിൽ നോട്ട് ടാക്സബിൾ ആണ്. അതർ മൂവബിൾ അസറ്റ്സ് ആയിട്ടുള്ള കാര്യങ്ങളാണെന്നുണ്ടെങ്കിൽ ഇഫ് ദ എംപ്ലോയർ ഓൺസ് ദ അസറ്റ് ദ ടാക്സബിൾ വാല്യൂ 10% ഓഫ് ദ കോസ്റ്റ് ഓഫ് ദ അസറ്റ് പെർ ഇയർ. ഈ മൂവബിൾ അസറ്റ് എംപ്ലോയറിൻ്റെതാണ്, എംപ്ലോയിക്ക് നൽകിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇയർലി 10% ഓഫ് ദ കോസ്റ്റ് നമ്മൾ നൽകണം. അതുപോലെ ഇഫ് ദ എംപ്ലോയർ ഹാസ് ഹൈഡ് അസറ്റായി കടമെടുത്തിട്ടുള്ള അസറ്റാണ് അയാൾ നൽകിയിട്ടുള്ളതെങ്കിൽ അതിൻ്റെ എത്രയാണോ റെൻറ്റ് നമ്മൾ എംപ്ലോയർ നൽകിയിരിക്കുന്നത് അതായിരിക്കും ടാക്സബിൾ. ട്രാൻസ്ഫർ ഓഫ് എംപ്ലോയേഴ്സ് മൂവബിൾ അസറ്റ്സ്. എംപ്ലോയിയുടെ മൂവബിൾ അസറ്റ്സ് എന്താണ് എംപ്ലോയിക്ക് ട്രാൻസ്ഫർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ എങ്ങനെയാണ് വാല്യൂ കാണുക? റിട്ടൺ ഡൗൺ വാല്യൂ മെത്തഡിലാണ് ഇത് കാണുക. ഡിപ്രീസിയേഷൻ ആൻഡ് അപ്ലൈയിങ് ഡിപ്രീസിയേഷൻ ബേസ്ഡ് ഓൺ ദ അസറ്റ് ടൈപ്പ്. എക്സാമ്പിൾ കമ്പ്യൂട്ടർ ഡിപ്രീസിയേഷൻ വരിക 50% പെർ ഇയർ, കാറാണെങ്കിൽ 20% പെർ ഇയർ, അതർ മൂവബിൾ അസറ്റ്സ് ആണെങ്കിൽ ഡിപ്രീസിയേഷൻ 10% പെർ ഇയർ ആയിരിക്കും. വാല്യൂഷൻ ഓഫ് ഫെസിലിറ്റി ഓഫ് മോട്ടോർ കാർ. ഇവിടെ എന്താണ് സ്പെസിഫൈഡ് പ്രിക്വസിറ്റ്സ് ആണ് ഈ മോട്ടോർ കാർ. സ്പെസിഫൈഡ് എംപ്ലോയീസിന് മാത്രം കിട്ടുന്നൊരു ഫെസിലിറ്റിയാണ്. അപ്പം എംപ്ലോയിക്ക് എന്താണ് കാർ പോലുള്ള ഫെസിലിറ്റീസ് നൽകുകയാണ്. അപ്പം ഇതിൻ്റെ ടാക്സബിലിറ്റി വാല്യൂ എങ്ങനെയാണ് കാണുന്നത്? ഇത് ഓൺഡ് ഓർ ഹയർ ആണോ എന്നുള്ളത്, എംപ്ലോയറിൻ്റെ സ്വന്തമാണോ അല്ലെങ്കിൽ കടമെടുത്തതാണോ എന്നുള്ളത് അതിനെ ഡിപ്പെൻഡ് ചെയ്തിട്ട്, അതുപോലെ ഇതിൻ്റെ എക്സ്പെൻസസ് മൊത്തത്തിൽ എംപ്ലോയർ ആണോ അല്ലെങ്കിൽ എംപ്ലോയി ആണോ ചെയ്യുന്നതും എന്നതിനും ഡിപ്പെൻഡ് ചെയ്തിട്ടായിരിക്കും ഇതിൻ്റെ വാല്യൂ കണക്കാക്കുന്നത്. വെൻ ദ മോട്ടോർ കാർ ഇസ് ഓൺഡ് ആൻഡ് ഹൈഡ് ബൈ ദ എംപ്ലോയർ. എംപ്ലോയറിൻ്റെ ഓൺ ചെയ്തിരിക്കുന്ന കാറോ അല്ലെങ്കിൽ എംപ്ലോയർ ഹയർ ചെയ്തിരിക്കുന്ന വണ്ടിയാണെന്നുണ്ടെങ്കിൽ എങ്ങനെയായിരിക്കും? വെൻ മെയിൻ്റെനൻസ് ആൻഡ് റണ്ണിങ് എക്സ്പെൻസ് ബ്രോൺ ആൻഡ് റീഇംപ്രൂസ്ഡ് ബൈ ദ എംപ്ലോയർ. എംപ്ലോയർ തന്നെ അതിൻ്റെ എക്സ്പെൻസസ് ഒക്കെ എടുക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഫുള്ളി യൂസ്ഡ് ഫോർ ഒഫീഷ്യൽ പർപ്പസസ്. എംപ്ലോയി ഇത് ഫുള്ളി യൂസ് ചെയ്തിരിക്കുന്ന ഒഫീഷ്യൽ പർപ്പസിനാണെങ്കിൽ അതെന്തല്ല ടാക്സബിൾ അല്ല. ഫുള്ളി യൂസ്ഡ് ഫോർ പ്രൈവറ്റ് പർപ്പസിനാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ എങ്ങനെയാണ് അതിൻ്റെ വാല്യൂഷൻ കാണുക? ആക്ച്വൽ കോസ്റ്റ് സ്പെൻഡ് ബൈ എംപ്ലോയർ ഓൺ മെയിൻ്റനൻസ് പ്ലസ് റണ്ണിങ് എക്സ്പെൻസസ്, ചോഫേഴ്സ് സാലറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡ്രൈവറിൻ്റെ സാലറി, ആൻഡ് ഡിപ്രീസിയേഷൻ 10% ഓഫ് ദ കോസ്റ്റ് ഓഫ് ദ കാർ ഓർ ഹയർ ചാർജസ്. ഇത്രയും അടങ്ങിയതാണ് എന്താണ് ഫുള്ളി യൂസ്ഡ് പ്രൈവറ്റ് പർപ്പസിൻ്റെ വാല്യൂ കാണുന്നത്. ഇനി പാർഷ്യലി ഒഫീഷ്യൽ പാർഷ്യലി പേഴ്സണൽ യൂസ് ആണെങ്കിൽ അപ് ടു 1.56 ലിറ്റർ എഞ്ചിൻ കപ്പാസിറ്റി ഉള്ള വണ്ടികളാണെന്നുണ്ടെങ്കിൽ 18,000 പെർ മന്ത് പ്ലസ് 9,000 പെർ മന്ത്. 9,000 എന്ന് പറയുന്നത് ഈ ഡ്രൈവറിൻ്റെ സാലറിയാണ്. ഇനി എബോ 1.6 ലിറ്റർ എഞ്ചിൻ കപ്പാസിറ്റി ഉള്ള വണ്ടികളാണെന്നുണ്ടെങ്കിൽ 2,400 പെർ മന്ത് പ്ലസ് 9,000 പെർ മന്ത്. വെൻ മെയിൻ്റനൻസ് ആൻഡ് റണ്ണിങ് എക്സ്പെൻസ് ആർ ബ്രോൺ ബൈ ദ എംപ്ലോയി. എംപ്ലോയി ആണ് ഈ എക്സ്പെൻസസ് ഒക്കെ എടുക്കുന്നുണ്ടെങ്കിൽ ഫുള്ളി ഒഫീഷ്യൽ യൂസിനാണ് യൂസ് ചെയ്തിരിക്കുന്നതെങ്കിൽ നോട്ട് ടാക്സബിൾ. ഫുള്ളി പേഴ്സണൽ യൂസ് ആണെങ്കിൽ വാല്യൂഷൻ എങ്ങനെ കാണുക? ആക്ച്വൽ എക്സ്പെൻസ് ഇൻക്ലൂഡ് ബൈ ദ എംപ്ലോയർ, ഹയർ ചാർജസ്, 10% ഡിപ്രീസിയേഷൻ ഓഫ് ദ കാർ. പാർഷ്യലി ഒഫീഷ്യൽ ആൻഡ് പാർഷ്യലി പേഴ്സണൽ യൂസ് ആണെങ്കിൽ മുകളിൽ പറഞ്ഞ പോലെ തന്നെ 1.6 ലിറ്റർ എഞ്ചിൻ കപ്പാസിറ്റി ഉള്ളതാണെങ്കിൽ 600 പെർ മന്തും പ്ലസ് 900 പെർ മന്തും ആഡ് ചെയ്യാം. അപ്പോൾ 1.6 ലിറ്റർ എഞ്ചിൻ കപ്പാസിറ്റി ഉള്ളതാണ് 900 പെർ മന്ത് പ്ലസ് 900 പെർ മന്ത് നമ്മുടെ ഡ്രൈവറിൻ്റെ സാലറി. വെൻ ദ കാർ ഈസ് ഓൺഡ് ബൈ എംപ്ലോയി അയാൾ സ്വന്തമായിട്ടുള്ള കാറാണെന്നുണ്ടെങ്കിൽ മെയിൻ്റനൻസ് ആൻഡ് റണ്ണിങ് എക്സ്പെൻസ് ബ്രോൺ ബൈ ദ എംപ്ലോയി തന്നെയാണ് ഇതിൻ്റെ എക്സ്പെൻസസ് ഒക്കെ എടുക്കുന്നുണ്ടെങ്കിൽ ടാക്സബിൾ അല്ല. മെയിൻ്റനൻസ് ആൻഡ് റണ്ണിങ് എക്സ്പെൻസ് ബ്രോൺ ബൈ ദ എംപ്ലോയർ ആണ് ഇതിൻ്റെ എക്സ്പെൻസസ് എടുക്കുന്നുണ്ടെങ്കിൽ ഫുള്ളി ഒഫീഷ്യൽ യൂസ് ആണെങ്കിൽ നോട്ട് ടാക്സബിൾ ആണ്. പേഴ്സണൽ യൂസ് ആണെങ്കിൽ വാല്യൂഷൻ കാണുക ആക്ച്വൽ എക്സ്പെൻസ് ഇൻക്ലൂഡ് ബൈ ദ എംപ്ലോയർ. എത്രയാണോ എംപ്ലോയർ എക്സ്പെൻസസ് എടുത്തിരിക്കുന്നത് അതായിരിക്കും. ഇനി പാർഷ്യലി പേഴ്സണൽ യൂസ് ആണെങ്കിൽ സെയിം വെൻ എംപ്ലോയർ ഓൺസ് ദ കാർ ബട്ട് എക്സ്പെൻസസ് ബ്രോൺ ബൈ ദ എംപ്ലോയർ. ഇങ്ങനെയാണ് നേരത്തെ മുകളിൽ പറഞ്ഞ പോലെ തന്നെ എംപ്ലോയർ ഓൺ ചെയ്യും, എംപ്ലോയർ എക്സ്പെൻസസ് എടുത്താൽ എങ്ങനെയാണോ നമ്മൾ വാല്യൂഷൻ കാണുന്നത് അതുപോലെ തന്നെയാണ്. വെൻ മോർ ദാൻ വൺ കാർ, ഒന്നിൽ കൂടുതൽ കാറുകൾ എംപ്ലോയർ നൽകുകയും അത് ബോത്ത് എന്തിനാണ് പേഴ്സണലും ഒഫീഷ്യൽ പർപ്പസിന് വേണ്ടി യൂസ് ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ വാല്യൂഷൻ എങ്ങനെയാണ് കാണുക? വാല്യൂഷൻ ഇസ് ഈക്വൽ ടു ആക്ച്വൽ എമൗണ്ട് സ്പെൻഡ് ബൈ ദ എംപ്ലോയർ ഓൺ ദ ഹോൾ കാർ പ്ലസ് ചോഫർ സാലറി
10% depreciation on the cost of the each car. Another question കൊടുത്തിട്ട് Mr. Sanjeev Kant, he is a manager of Broadway, receives salary 25,000 per month. He provided with a different type of vehicles by his employer, and you are required to calculate the valuation of vehicles following the circumstances. 25,000 രൂപയാണ് ഇവിടെ സാലറി. അയാൾക്ക് പലതരത്തിലുള്ള വെഹിക്കിൾ എന്ത് ചെയ്തിട്ടുണ്ട്, എംപ്ലോയർ നൽകിയിട്ടുണ്ട്. അതിൻ്റെ താഴെ കൊടുത്തിട്ടുണ്ട് എ, ദ എംപ്ലോയർ പ്രൊവൈഡ് ഹിം വിത്ത് കാർ ഓഫ് 1.6 ലിറ്റർ എൻജിൻ കപ്പാസിറ്റി. 1.6 ലിറ്റർ എൻജിൻ കപ്പാസിറ്റി ഉള്ള കാർ അയാൾക്ക് നൽകിയിട്ടുണ്ട്. അതിൽ ടോട്ടൽ എക്സ്പെൻസ് എന്തൊക്കെയാണ് വന്നിട്ടുള്ളത്? ഫ്യൂവൽ, മെയിൻ്റനൻസ് ആൻഡ് ഡ്രൈവർ സാലറി ഇൻക്ലൂഡ് ബൈ ദ എംപ്ലോയർ എമൗണ്ട് 18,000 രൂപയാണ് ടോട്ടൽ എക്സ്പെൻസസ് എംപ്ലോയർ എടുത്തിട്ടുള്ളത്. The car is used for both private and official purpose. കാർ എന്തിനൊക്കെ ഉപയോഗിച്ചിട്ടുണ്ട്? ഒഫീഷ്യൽ പർപ്പസിനും അതുപോലെ പേഴ്സണൽ യൂസിനും യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പം അതിൻ്റെ കാൽക്കുലേഷൻ എങ്ങനെയാണ്? യൂസ് ഓഫ് 1.6 ലിറ്റർ കാർ ബോത്ത് ഒഫീഷ്യലും പേഴ്സണലും. അപ്പം ആദ്യം നമ്മൾക്ക് അയാളുടെ സാലറി കാണണം. എത്രയാണ് പറഞ്ഞത്? സാലറി അല്ല, ആദ്യം നമ്മൾക്ക് എക്സ്പെൻസസ് കാണണം. പെർ മന്ത് എത്രയാണ് വരുന്നത്? 18,000 രൂപ പറഞ്ഞത്. അപ്പം 18,000 ഇൻറ്റു 12 എത്രയാണ്? 21,600 കിട്ടും. ചോഫേഴ്സ് സാലറി എത്രയാണ്? 900 ആണ് നമ്മൾ പറഞ്ഞത്. ഇവിടെ നമ്മൾ പറഞ്ഞിട്ടുണ്ട് ചോഫേഴ്സ് സാലറി എത്രയാണ്? 1.6ൻ്റെ 1.6 ലിറ്റർ എൻജിൻ കപ്പാസിറ്റി ആണെങ്കിൽ ചോഫേഴ്സ് സാലറി 900 ആണ്. അപ്പം 900 ഇൻ 12 10,800. അപ്പോൾ ടോട്ടൽ പ്രിക്വസിറ്റ് വാല്യൂ എത്രയാണ്? 32,400 ആയിരിക്കും. ഇനി അടുത്തത് യൂസ് ഓഫ് 1.4 ലിറ്റർ കാറിൻ്റെതാണ്, പ്രൈവറ്റ് യൂസ്. ദ എംപ്ലോയർ ഹാസ് പ്രൊവൈഡ് ഹിം വിത്ത് കാർ 1.5 ലിറ്റർ എൻജിൻ കപ്പാസിറ്റി വിത്ത് ഡ്രൈവർ. ദ കാർ ഈസ് യൂസ് solely for private purpose. The total expense incurred by the employer on the car amount 18,000. The cost of the car is 5 lakh. അപ്പം നമ്മൾക്ക് എങ്ങനെ എന്ത് കാണാം? എക്സ്പെൻസ് 18,000 ആണ് പറഞ്ഞിരിക്കുന്നത്. ചോഫർ സാലറി 9,000 പെർ മന്ത്. അപ്പം 12 കൊണ്ട് നമ്മൾ ഇൻറ്റു ചെയ്യുമ്പോൾ 10,800. നമ്മൾക്ക് എന്ത് ചെയ്യണം? പ്രൈവറ്റ് യൂസ് ചെയ്യേണ്ട ഒരു ഡിപ്രീസിയേഷൻ നമ്മൾ കാണേണ്ടതായിട്ടുണ്ട്. അപ്പം 5 ലക്ഷത്തിൻ്റെ കാർ ആയതുകൊണ്ട് തന്നെ അതിൻ്റെ 10% എത്രയാണ്? 50,000 കിട്ടി നമുക്ക്. ഇതിൻ്റെ ടോട്ടൽ പ്രിക്വസ്റ്റ് വാല്യൂ എന്ന് പറയുന്നത് 18,000 പ്ലസ് 10,800 പ്ലസ് 50,000 എത്രയാണ്? 78,800 രൂപയായിരിക്കും 1.4 ലിറ്റർ കാറിൻ്റെ വരിക പ്രിക്വസ്റ്റ് വാല്യൂ എന്ന് പറയുന്നത്. അടുത്തത് the employer provide bus with 50 horsepower engine which is used to carry Mr. Sanjeev Kant along with other employee from home to office and back to from office to home. ഇവിടെ നോ പ്രിക്വസിറ്റ്സ്, ഇറ്റ് ഇസ് ഷെയർഡ് സർവീസ് ഫോർ എംപ്ലോയീസ്. എല്ലാ എംപ്ലോയീസും നൽകുന്ന ഫെസിലിറ്റി ആയതുകൊണ്ട് തന്നെ ഇവിടെ പ്രിക്വസിറ്റ്സ് ആയി ഇതിനെ കണക്കാക്കാൻ സാധിക്കില്ല. അതുകൊണ്ട് തന്നെ ഇവിടെ ടാക്സ് ഒന്നും കൊടുക്കേണ്ട ആവശ്യമില്ല. അടുത്ത ഫ്രീ ലോഡ്ജിങ് ആൻഡ് ബോർഡിംഗ് ഫെസിലിറ്റി hotel employees. For employees in the hotel industry, free lodging and boarding, accommodation and meals. ഹോട്ടൽ എംപ്ലോയീസിന്, ഹോട്ടൽ ഇൻഡസ്ട്രിയിലുള്ള എംപ്ലോയീസിന് നൽകുന്ന എന്താണ്? ഫ്രീ അക്കോമഡേഷനും മീൽസും. ആ ടാക്സബിൾ പ്രിക്വസിറ്റ്, അതൊക്കെ എന്താണ്? ടാക്സബിൾ പ്രിക്വസിറ്റ്സ് ആണ്. ലോഡ്ജിങ് ആണെങ്കിൽ ദ വാല്യുവേഷൻ ഓഫ് ലോഡ്ജിങ് ട്രീറ്റ് ആസ് റെൻറ്റ് ഫ്രീ അക്കോമഡേഷൻ. ലോഡ്ജിങ്ങിനെ റെൻറ്റ് ഫ്രീ അക്കോമഡേഷൻ ആയിട്ടാണ് കണക്കാക്കുന്നത്. ഫുഡ് ഫെസിലിറ്റിനെ ദ ടാക്സബിൾ വാല്യൂ ആക്ച്വൽ കോസ്റ്റ് ഓഫ് ഫുഡ് പ്രൊവൈഡ് ബൈ ദ എംപ്ലോയർ മൈനസ് എനി എമൗണ്ട് റിക്കവർഡ് ഫ്രം ദ എംപ്ലോയി. അടുത്ത ഫ്രീ സപ്ലൈ ഓഫ് ഗ്യാസ്, ഇലക്ട്രിസിറ്റി, വാട്ടർ. When the employer provide free gas, electricity, water to the employee, the valuation of this facility depend on whether the employee manufacture this, utilize or purchase from the external agencies. ഇവിടെ പറയുന്നത് എംപ്ലോയിക്ക് ഫ്രീ ആയിട്ടുള്ള ഗ്യാസ്, ഇലക്ട്രിസിറ്റി, വാട്ടർ എന്നിവ നൽകുന്നതാണ്. അതിൻ്റെ വാല്യൂ കണക്കാക്കുന്നത് എംപ്ലോയർ ഇത് മാനുഫാക്ചർ ചെയ്തത്, ഈ യൂട്ടിലിറ്റീസ് എംപ്ലോയർ തന്നെ മാനുഫാക്ചർ ചെയ്തതാണോ അല്ല ഇത് എക്സ്റ്റേണൽ ഏജൻസീസിൽ നിന്ന് പർച്ചേസ് ചെയ്യുന്നതാണോ എന്നതിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ഇതിൻ്റെ വാല്യുവേഷൻ കാണുന്നത്. സൊല്യൂഷൻ ഇവിടെ ഉണ്ട്. ഇഫ് ദ എംപ്ലോയർ ഈസ് മാനുഫാക്ചർ, എംപ്ലോയർ തന്നെയാണ് ഇത് മാനുഫാക്ചർ ചെയ്യുന്നുണ്ടെങ്കിൽ ദ കോസ്റ്റ് പെർ യൂണിറ്റ് ഓഫ് ദ യൂട്ടിലിറ്റി പ്രോൺ ബൈ ദ എംപ്ലോയർ ഈസ് ദ ടാക്സബിൾ പ്രിക്വസിറ്റ്സ്. കോസ്റ്റ് പെർ യൂണിറ്റ് ആയിരിക്കും എന്താണ്? ടാക്സബിൾ പ്രിക്വസിറ്റ്സ്. അതുപോലെ ഇഫ് ദ എംപ്ലോയി പർച്ചേസ് ഫ്രം ദ എക്സ്റ്റേണൽ, പുറത്തുനിന്ന്
വാങ്ങിയിട്ടുള്ളതാണെന്നുണ്ടെങ്കിൽ ദ ആക്ച്വൽ എമൗണ്ട് പെയ്ഡ് ബൈ ദ എംപ്ലോയർ എത്രയാണോ അതിൻ്റെ പൈസ എത്രയാണോ അതിന് വാങ്ങുന്നതിന് വേണ്ടി എത്രയാണോ അയാൾ പൈസ കൊടുത്തിരിക്കുന്നത് അതായിരിക്കും എന്താണ് taxable prerequisites. Employees contribution any amount recovered from the employees is deducted from the taxable value. ഇനി എംപ്ലോയിയുടെ കയ്യിൽ എന്തെങ്കിലും പണം നമ്മൾ ഇതിനായിട്ട് റിക്കവർ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് എന്ത് ചെയ്യും, ഈ ടാക്സബിൾ എമൗണ്ടിൽ നിന്നും ഈ വാല്യൂയിൽ നിന്നും ടാക്സബിൾ വാല്യൂയിൽ നിന്നും ഡിഡക്ട് ചെയ്യും. ബാക്കി റിമൈനിങ് എമൗണ്ട് ആയിരിക്കും ടാക്സബിൾ വാല്യൂ. ഇനി ഈ കണക്ഷൻ മീറ്റർ എംപ്ലോയറിൻ്റെ പേരിലാണ് ഉള്ളതെങ്കിൽ ദ പ്രിക്വസിറ്റ് ഇസ് ടാക്സബിൾ ഫോർ സ്പെസിഫൈഡ് എംപ്ലോയീസ് മാത്രമായിരിക്കും ഇത് ഈ പ്രിക്വസിറ്റ് ടാക്സബിൾ ആവുന്നത്. ഇനി ഈ കണക്ഷൻ ഈസ് ദ നെയിം ഓഫ് ദ എംപ്ലോയിയുടെ പേരിലാണ് ഈ കണക്ഷൻ ഉള്ളതെന്നുണ്ടെങ്കിൽ പ്രിക്വസിറ്റ്സ് ഈസ് ടാക്സബിൾ ഫോർ ഓൾ എംപ്ലോയീസ്, എല്ലാ എംപ്ലോയീസും അത് ടാക്സബിൾ ആണ്. Free or concussion education facility when employer provide free or concussion education to the employees household members. എംപ്ലോയിയുടെ വീട്ടിലുള്ള ആൾക്കാർക്ക് ഫ്രീ ആയിട്ടുള്ള എഡ്യൂക്കേഷൻ നൽകുന്നതാണ്. വാല്യൂഷൻ ഇങ്ങനെയാണ് ഡിപ്പെൻഡ് ചെയ്തിട്ട് ടൈപ്പ് ഓഫ് എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻ ആൻഡ് വെദർ ദ എംപ്ലോയർ ഡയറക്ട്ലി പേസ് ഓർ റിംബേഴ്സ് ഫീസ്. ഇതിൻ്റെ വാല്യൂഷൻ കാണുന്നത് എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ എത്തരത്തിലുള്ള ടൈപ്പ് ഓഫ് എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻ അനുസരിച്ചിട്ട് അതുപോലെ എംപ്ലോയർ ഡയറക്റ്റ്ലി ആണോ അല്ലെങ്കിൽ റീഇംബേഴ്സസ് ഫീ ആണോ എന്നുള്ളത് കണക്കാക്കിയിട്ടാണ് ഇതിൻ്റെ വാല്യൂഷൻ കണക്കാക്കുന്നത്. ഇഫ് ദ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻ മെയിൻറ്റെയിൻഡ് ബൈ ദ എംപ്ലോയർ ആണെന്നുണ്ടെങ്കിൽ ദ ടാക്സബിൾ പ്രിക്വസിറ്റീസ് ഈസ് ദ കോസ്റ്റ് ഓഫ് എഡ്യൂക്കേഷൻ ഇൻ എ സിമിലർ ഇൻസ്റ്റിറ്റ്യൂഷൻ ദ ലൊക്കാലിറ്റി. എത്രയാണോ കോസ്റ്റ് ഓഫ് എഡ്യൂക്കേഷൻ അതായിരിക്കും ടാക്സബിൾ ആവുക. എക്സംഷൻസ് വരുന്നുണ്ട്. ഇഫ് ദ കോസ്റ്റ് എഡ്യൂക്കേഷൻ പെർ ചൈൽഡ് ബിലോ 1000 per month the prerequisite value is nil. 1000 രൂപയാണ് ഒരു കുട്ടിയുടെ എഡ്യൂക്കേഷൻ കോസ്റ്റ് പെർ മന്ത് വരുന്നുണ്ടെങ്കിൽ 1000 കുറവാണ് വരുന്നുണ്ടെങ്കിൽ അത് എന്തല്ല പ്രിക്വസിറ്റ് വാല്യൂ ഇല്ല, അതുകൊണ്ട് തന്നെ അത് ടാക്സബിൾ അല്ല. ഇഫ് ദ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻ ഈസ് എക്സ്റ്റേണൽ, പുറത്തുനിന്നുള്ള എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആണെന്നുണ്ടെങ്കിൽ the reimbursement or fees or direct payment by the employee is taxable to all employees. ഇനി അത്തരത്തിലുള്ള റീഇംബേഴ്സ്മെൻറ്റ് ഓഫ് ഫീസോ അല്ലെങ്കിൽ ഡയറക്റ്റ് പേയ്മെൻറ്റ് ഫ്രം ദ എംപ്ലോയറോ ടാക്സബിൾ ആണ്. എഡ്യൂക്കേഷൻ ഫെസിലിറ്റി ഫോർ ദ ഫാമിലി മെമ്പേഴ്സിന് എഡ്യൂക്കേഷൻ ഫെസിലിറ്റീസ് നൽകുന്നതാണെങ്കിൽ അതർ ദാൻ ചിൽഡ്രൻ ദ എംപ്ലോയർ ഇൻസ്റ്റിറ്റ്യൂഷൻ ഇൻ ദി എംപ്ലോയറിൻ്റെ ഇൻസ്റ്റിറ്റ്യൂഷനിലാണെന്നുണ്ടെങ്കിൽ ടാക്സബിൾ വാല്യൂ ഇസ് ദ കോസ്റ്റ് ഇൻ ദ സിമിലർ സിറ്റുവേഷൻസ്. നമ്മുടെ എംപ്ലോയറിൻ്റെ ഇൻസ്റ്റിറ്റ്യൂഷനിൽ തന്നെയാണ് എന്താണ് ഫാമിലി മെമ്പേഴ്സിന് എഡ്യൂക്കേഷൻ നൽകുന്നുണ്ടെങ്കിൽ നേരത്തെ പറഞ്ഞ സിമിലർ സിറ്റുവേഷൻ പോലെ തന്നെയാണ് ഇതിൻ്റെ കോസ്റ്റിൻ്റെ സിമിലർ സിറ്റുവേഷൻ വാല്യൂ ദ ടാക്സബിൾ വാല്യൂ ഇസ് ദ കോസ്റ്റ് ഇൻ ദ സിമിലർ സിറ്റുവേഷൻ. മുകളിൽ പറഞ്ഞ പോലെ തന്നെയാണ് ഇതിൻ്റെ കോസ്റ്റ് ഓഫ് വാല്യൂ നമ്മൾ കാണുന്നത്, ടാക്സബിൾ വാല്യൂ കാണുന്നത്. ഇനി നമ്മൾ ഇപ്പോൾ ഈ എക്സ്റ്റേണൽ ഇൻസ്റ്റിറ്റ്യൂഷനിൽ നിന്നാണ് ഈ ഫെസിലിറ്റികൾ ലഭിക്കുന്നതെങ്കിൽ എത്രയാണോ എംപ്ലോയർ പേ ചെയ്തിരിക്കുന്നത് ആക്ച്വൽ ഫീ പെയ്ഡ് ബൈ ദ എംപ്ലോയർ ആണ് ടാക്സബിൾ. ഫ്രീ സ്വീപ്പർ, വാച്ച്മാൻ, ഗാർഡനർ ഓർ പേഴ്സണൽ അറ്റൻഡൻറ്റ്. എംപ്ലോയർ ഹൗസ് ഹോൾഡ് സെർവൻസിനെ സ്വീപ്പർ, വാച്ച്മാൻ, ഗാർഡന് അങ്ങനെയുള്ളവരൊക്കെ എന്താണ് എംപ്ലോയിക്ക് നൽകുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇത്തരത്തിലുള്ള ഫെസിലിറ്റീസ് എന്താണ് എംപ്ലോയിക്ക് നൽകുന്നുണ്ടെന്നുണ്ടെങ്കിൽ ദ വാല്യുവേഷൻ ഡിപ്പെൻഡ് ഓൺ എന്തിനൊക്കെയാണ് വെദർ എംപ്ലോയർ ഓർ എംപ്ലോയി ഹയർ ആൻഡ് പേ ഫോർ ദ സെർവൻറ്റ്. ഇതിൽ എംപ്ലോയി ആണോ അവരെ ഹയർ ചെയ്തിരിക്കുന്നത്, ആരാണ് പേയ്മെൻറ്റ് ചെയ്യുന്നത് അതിനനുസരിച്ചിട്ടായിരിക്കും അതിൻ്റെ വാല്യുവേഷൻ കാൽക്കുലേറ്റ് ചെയ്യുക. എംപ്ലോയി ഹയർ സെർവൻറ്റ്, എംപ്ലോയറാണ് സെർവൻറ്റിനെ ഹയർ ചെയ്യുന്നുണ്ടെങ്കിൽ ദ ഫുൾ കോസ്റ്റ് പെയ്ഡ് ബൈ ദ എംപ്ലോയർ ഫോർ സർവീസ് ലൈക്ക് ക്ലീനിങ്, സെക്യൂരിറ്റി, ഗാർഡനിങ് ആൻഡ് കുക്കിംഗ് ആഡഡ് ഇൻ ദ എംപ്ലോയീസ് ടാക്സബിൾ സാലറി. എംപ്ലോയറാണ് ഈ സെർവൻറ്റിനെ ഹയർ ചെയ്തിരിക്കുന്നുണ്ടെങ്കിൽ ഫുൾ കോസ്റ്റ് എത്ര കോസ്റ്റാണ് ചിലവാക്കിയിരിക്കുന്നതൊക്കെ എന്താണ് ടാക്സബിൾ സാലറിയിലേക്ക് ആഡ് ചെയ്യും. ഇനി എംപ്ലോയി ഹയർ സെർവൻറ്റ് ആണെന്നുണ്ടെങ്കിൽ ദ എംപ്ലോയി ഹയർ ദ സെർവൻറ്റ് ബട്ട് ദ എംപ്ലോയർ reimburse the cost, the full amount paid by the employer is treated taxable prerequisites. എംപ്ലോയി അയാളെ ഹയർ ചെയ്യുകയും എന്നതിനാൽ അതിൻ്റെ കോസ്റ്റ്
എംപ്ലോയർ റീഇംബേഴ്സ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ കോസ്റ്റ് എത്രയാണ് പേയ്മെൻറ്റ് ചെയ്തിരിക്കുന്നത് അതൊക്കെ എന്താണ് ടാക്സബിൾ പ്രിക്വസിറ്റ് ആണ്. ഇമ്പോർട്ടൻ്റായി ശ്രദ്ധിക്കാനുള്ള എക്സ്പെൻസ് റിലേറ്റഡ് ടു മെയിൻറ്റെയിനിങ് ഗാർഡൻ ഓർ സ്വിമ്മിംഗ് പൂൾ അറ്റാച്ച്ഡ് ദ ഹൗസ് ആർ നോട്ട് സെപ്പറേറ്റ് ടാക്സബിൾ. ഒരു വീട്ടിൽ തന്നെയുള്ള എക്സ്പെൻസസുകളാണ് ഗാർഡൻ, സ്വിമ്മിംഗ് പൂള് ഇത്തരം കാര്യങ്ങൾ. ഇതിൻ്റെയൊക്കെ എക്സ്പെൻസ് വേറെ സെപ്പറേറ്റ് ആയിട്ട് ടാക്സബിൾ അല്ല, ഒന്നായിട്ടാണ് ഇതിനെടുക്കുക. ഇഫ് ദ ഹൗസ് ഇസ് ഓൺഡ് ബൈ ദ എംപ്ലോയർ. ഫുള്ളി എക്സംപ്റ്റഡ് പ്രിക്വസിറ്റ്സ് എന്തൊക്കെയാണ്? ടാക്സ് ഫ്രീ പ്രിക്വസിറ്റ്സ് എന്തൊക്കെയാണ്? സർട്ടൻ പ്രിക്വസിറ്റ് പ്രൊവൈഡ് എംപ്ലോയർ ആർ ഫുള്ളി എക്സംപ്റ്റഡ്. ചില പ്രിക്വസിറ്റ്സ് എംപ്ലോയർക്ക് പ്രൊവൈഡ് ചെയ്യും, ചില മുകളിൽ പറഞ്ഞു പോയിട്ടുണ്ട്, ഒന്നുകൂടെ വിശദമായിട്ട് ഇവിടെ പഠിക്കുകയാണ്. മെഡിക്കൽ ഫെസിലിറ്റി ഇൻ ഹോസ്പിറ്റൽ മെയിൻറ്റൈൻഡ് ബൈ ദ എംപ്ലോയർ ഇതിന് പണം നൽകിയിട്ടുള്ള മെഡിക്കൽ ഫെസിലിറ്റീസ് ഫുള്ളി ടാക്സ് ഫ്രീ ബോത്ത് എംപ്ലോയർ ആൻഡ് ദ ഫാമിലി മെമ്പേഴ്സ് വെൻ ദ എംപ്ലോയർ പ്രൊവൈഡ്സ് മെഡിക്കൽ ട്രീറ്റ്മെൻറ്റ് ഇൻ ഹോസ്പിറ്റൽ, ഡിസ്പെൻസറി ഓർ നഴ്സറി ഹോം മെയിൻറ്റൈൻഡ് ബൈ ദ എംപ്ലോയർ. ഇതൊക്കെ എന്താണ്? ഫുള്ളി ടാക്സ് ഫ്രീ ആണ്. മെഡിക്കൽ ട്രീറ്റ്മെൻറ്റ് ഇൻ ഇന്ത്യ ടാക്സ് ഫ്രീ ആണ്. എന്തൊക്കെ? ആക്ച്വൽ എക്സ്പെൻഡിച്ചർ ഇൻക്ലൂഡ് ബൈ ഓൺ മെഡിക്കൽ ട്രീറ്റ്മെൻറ്റ് ഫോർ ദ എംപ്ലോയി or their family members. In government hospital ആണെങ്കിൽ or those maintained by the local authority, hospital approved by the government. മെഡിക്കൽ ട്രീറ്റ്മെൻറ്റ് ഇന്ത്യയിൽ എന്താണ്? നമ്മുടെ എംപ്ലോയിക്ക് നൽകുന്ന മെഡിക്കൽ ട്രീറ്റ്മെൻറ്റ് അതിൽ ഗവൺമെൻറ് ഹോസ്പിറ്റൽ ഓർ ദോസ് മെയിൻറ്റെയിൻ ബൈ ദ ലോക്കൽ അതോറിറ്റി ആയിരിക്കണം. അതുപോലെ ഹോസ്പിറ്റൽ അപ്രൂവ്ഡ് ബൈ ദ ഗവൺമെൻറ് ഫോർ മെഡിക്കൽ ട്രീറ്റ്മെൻറ്റിന് ഗവൺമെൻറ് അപ്രൂവ് നൽകിയിട്ടുള്ള ഹോസ്പിറ്റലായിരിക്കണം. ഒന്നുകിൽ ഗവൺമെൻറ് ഹോസ്പിറ്റൽ അല്ലെങ്കിൽ ഗവൺമെൻറ് അപ്രൂവ് നൽകിയിരിക്കുന്ന മെഡിക്കൽ ട്രീറ്റ്മെൻറ്റ് നൽകാൻ അപ്രൂവ് നൽകിയിട്ടുള്ള ഹോസ്പിറ്റൽസ് ആയിരിക്കണം. അതുപോലെ ഇൻഷുറൻസ് പ്രീമിയം പെയ്ഡ് ബൈ എംപ്ലോയർ ഫോർ ദ ഹെൽത്ത് ഇൻഷുറൻസ് ഓഫ് ദ എംപ്ലോയർ ഓർ ദെയർ ഫാമിലി അണ്ടർ സ്കീം അപ്രൂവ്ഡ് ബൈ സെൻട്രൽ ഗവൺമെൻറ്റോ ഇൻഷുറൻസ് റെഗുലേറ്ററി ഡെവലപ്മെൻറ്റ് അതോറിറ്റിയോ അപ്രൂവ് ചെയ്തിരിക്കുന്ന ഇൻഷുറൻസ് പ്രീമിയംസ്. അതുപോലെ റീഇംബേഴ്സ്മെൻറ്റ് ഓഫ് ദ ഇൻഷുറൻസ് പ്രീമിയം പെയ്ഡ് ബൈ ദ എംപ്ലോയർ ഫോർ ദ ഹെൽത്ത് ഇൻഷുറൻസ് ഓഫ് ദംസെൽവ്സ് ആൻഡ് ദ ഫാമിലി മെമ്പർ അണ്ടർ ദ അപ്രൂവ്ഡ് സ്കീം. അപ്പം ഇത്രയും കാര്യങ്ങൾക്ക് എന്തില്ല? മെഡിക്കൽ ട്രീറ്റ്മെൻറ്റിന് എന്തില്ല? എക്സംപ്റ്റഡ് ആണ്, അതൊന്നും ടാക്സ് നൽകേണ്ടതായിട്ടില്ല. ഇനി മെഡിക്കൽ ട്രീറ്റ്മെൻറ്റ് ഔട്ട്സൈഡ് ഇന്ത്യ ആണെന്നുണ്ടെങ്കിൽ ദ ഫോളോയിങ് എക്സ്പെൻഡിച്ചർ ആർ ടാക്സ് ഫ്രീ ഫോർ ദ എംപ്ലോയി. ഈ താഴെ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളിലൊക്കെ എന്താണ്? ടാക്സ് ഫ്രീ ആണ്. മെഡിക്കൽ എക്സ്പെൻസ് ഇൻക്ലൂഡ് ബൈ ദ ട്രീറ്റ്മെൻറ്റ് ഔട്ട്സൈഡ് ഇന്ത്യ ടു എക്സ്റ്റെൻഡ് പെർമിറ്റഡ് ബൈ ദ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ പറഞ്ഞിരിക്കുന്ന രീതിയിൽ പെർമിറ്റഡ് ബൈ ദ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ മെഡിക്കൽ എക്സ്പെൻസസ് നമ്മൾ ഇന്ത്യയുടെ പുറത്ത് നടന്ന ട്രീറ്റ്മെൻറ്റ്, നമ്മൾ ഇന്ത്യയുടെ പുറത്താണ് ട്രീറ്റ്മെൻറ്റ് നടക്കുന്നത്, എക്സ്റ്റെൻഡ് പെർമിറ്റഡ് ബൈ ദ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ. അതുപോലെ സ്റ്റേ അബ്രോഡ് ഫോർ മെഡിക്കൽ ട്രീറ്റ്മെൻറ്റ് ഇൻക്ലൂഡിങ് അക്കോമഡേഷൻ ഫോർ വൺസ് അറ്റൻഡഡ് അക്കമ്പനി ദ പേഷ്യൻറ്റ് ടു ദ എക്സ്റ്റെൻഡ് പെർമിറ്റഡ് ബൈ RBI. അതായത് നമ്മൾ ഈ രോഗിയുടെ കൂടെ ആരെങ്കിലും കൂടെ പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അയാൾ എക്സ്പെൻസസ് എന്താണ്? ടാക്സ് ഫ്രീ ആണ്. അതിൻ്റെ എക്സ്റ്റെൻഡ് എത്രത്തോളമാണെന്നുള്ളത് RBI അവിടെ പറഞ്ഞിട്ടുണ്ട്, അതനുസരിച്ചിട്ടായിരിക്കും. ട്രാവൽ എക്സ്പെൻസസ്, അതുപോലെ റിഫ്രഷ്മെൻറ്റ് പ്രൊവൈഡ് ഡ്യൂറിങ് ഓഫീസ് അവേഴ്സിൽ നൽകുന്ന റിഫ്രഷ്മെൻറ്റ്സ് എന്തൊക്കെയാണ്? വെൻ റിഫ്രഷ്മെൻറ്റ് ആർ പ്രൊവൈഡ് ഡ്യൂറിങ് ഓഫീസ് അവേഴ്സ് ആൻഡ് ദ പ്ലേസ് ഓഫ് ഡ്യൂട്ടി. ദ എക്സംഷൻസ് അപ്ലൈസ് ദ മീൽ, സ്നാക്ക്, ഡ്രിങ്ക് ഓഫേർഡ് പാർട്ട് ഓഫ് ദ വർക്ക് ഡേ. ട്രാൻസ്പോർട്ട് ഓഫ് കൺവീനിയൻസ് ഫെസിലിറ്റി, അതുപോലെ എംപ്ലോയി കോൺട്രിബ്യൂഷൻ സർട്ടൻ സ്കീംസ്, യൂസ് ഓഫ് ലാപ്ടോപ്പ് ഓർ കമ്പ്യൂട്ടർ, ഫെസിലിറ്റി എൻ്റർടൈൻമെൻറ്റ്, അക്കോമഡേഷൻ ടു റിമോട്ട് ഏരിയാസ്. ജസ്റ്റ് വായിച്ചു പോയാൽ മതി. പ്രിക്വസിറ്റ്സ് പ്രൊവൈഡ് ഔട്ട്സൈഡ് ഇന്ത്യ, ഫെസിലിറ്റി ഓഫ് ടെലിഫോൺ ഇൻക്ലൂഡിങ് മൊബൈൽ ഫോൺസ്, റിഫ്രഷർ കോഴ്സ് ഓർ ട്രെയിനിങ്, പേയ്മെൻറ്റ് ഓഫ് ആക്സിഡൻറ്റ് ഇൻഷുറൻസ് പ്രീമിയം, എഡ്യൂക്കേഷൻ ഫെസിലിറ്റി ഫോർ ചിൽഡ്രൻ ഓഫ് എംപ്ലോയീസ്. ഒരു ഇതുണ്ട്, വാല്യൂ ഓഫ് എഡ്യൂക്കേഷൻ ബെനിഫിറ്റ്സ് എക്സെപ്റ്റ് ഇഫ് ഡസൻ നോട്ട് എക്സീഡ് 1000 പെർ ചൈൽഡ് പെർ മന്ത്. ഒരു കുട്ടിക്ക് 1000 രൂപയുടെ മുകളിൽ കൂടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ എന്താണ്? എഡ്യൂക്കേഷൻ ബെനിഫിറ്റിൻ്റെ വാല്യൂ എക്സെപ്റ്റഡ് ആണ്. എഡ്യൂക്കേഷൻ ബെനിഫിറ്റ് വാല്യൂ എക്സെപ്റ്റഡ് ആണ്. അതുപോലെ ടാക്സ് പെയ്ഡ് ബൈ എംപ്ലോയർ ഓൺ നോൺ മോണിറ്ററി പ്രിക്വസിറ്റ്സ്, ലീവ്, ട്രാവൽ,
ലീവിൽ ട്രാവലിങ്ങിനൊക്കെ കണ്ടീഷൻസിൻ്റെ അതിനകത്തുണ്ട്. ഞാൻ വായിക്കുന്നില്ല എന്നല്ലോ, ടൈം ഒരുപാട് പോകുന്നുണ്ട്, ജസ്റ്റ് ഇങ്ങനെ വായിച്ചു പോയാൽ മതി. വെൻ ദ എംപ്ലോയർ പ്രൊവൈഡ് LTC to the employee, their family, maximum exemption depend on the model of travel. എക്സംഷൻസ് കിട്ടുക ഏത് ടൈപ്പ് ട്രാവലാണ് നമ്മൾ എടുത്തിരിക്കുന്നത്, എയർ, റെയിൽ ഓർ പബ്ലിക് ട്രാൻസ്പോർട്ട്. ആൻഡ് ദ ഷോർട്ടസ്റ്റ് റൂട്ട് 2 journey ആർ അലൗഡ് ബ്ലോക്ക് ഓഫ് 4 years. ബ്ലോക്ക് ഓഫ് 4 years 2 journeys ആണ് നമുക്ക് ഫ്രീ ആയിട്ട് പോകാൻ, എന്താണ് നമുക്ക് ടാക്സ് ഫ്രീ ആയിട്ട് പോകാനുള്ളതുള്ളൂ. ദ എക്സംഷൻസ് അപ്ലൈസ് ടു ബോത്ത് കറണ്ട് എംപ്ലോയി ആൻഡ് റിട്ടയർഡ് എംപ്ലോയീസ്. അടുത്ത അക്കോമഡേഷൻ ഓഫ് ജഡ്ജിനൊക്കെ നൽകുന്ന അക്കോമഡേഷൻസൊക്കെ എന്താണ്? റെൻറ്റ് ഫ്രീ ഓഫീഷ്യൽസ് പ്രൊവൈഡ് ടു ഹൈക്കോർട്ട് ഓർ സുപ്രീം കോർട്ട് ജഡ്ജസ് ആർ ടാക്സ് ഫ്രീ പ്രിക്വസിറ്റ്സ് ആണ്. ഫ്രീ അക്കോമഡേഷൻ ഓഫ് മിനിസ്റ്റേഴ്സും അതും എന്താണ്? ടാക്സ് ഫ്രീ പ്രിക്വസിറ്റ്സ് ആണ്. സ്കോളർഷിപ്പ് ഫോർ എംപ്ലോയീസ് ചിൽഡ്രൻ ടാക്സ് ഫ്രീ പ്രിക്വസിറ്റ്സ് ആണ്. യൂസ് ഓഫ് ഹെൽത്ത് ക്ലബ്ബ്, സ്പോർട്സ്, സിമിലർ ഫെസിലിറ്റീസ്, കോൺഫറൻസ് എക്സ്പെൻഡിച്ചർ, എന്തെങ്കിലും എന്താണ്? വെൻ ദ എംപ്ലോയർ ഇൻക്യൂസ് ദി എക്സ്പെൻസ് ടു ബിഹാഫ് ഓഫ് എംപ്ലോയി അറ്റൻഡിങ് കോൺഫറൻസ് ഇൻക്ലൂഡിങ്. നമ്മുടെ എംപ്ലോയി എന്തെങ്കിലും കോൺഫറൻസ് അറ്റൻഡ് ചെയ്യുന്നതിന് വേണ്ടി എംപ്ലോയർ എക്സ്പെൻസസ് എടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതും ടാക്സ് ഫ്രീ ആണ്. എത്തരത്തിലുള്ള കോൺഫറൻസുകൾ അതിൽ ഉൾപ്പെടുന്നത്? കൺവെൻസ്, അതിൽ ഉൾപ്പെടുന്ന എക്സ്പെൻസുകൾ എന്തൊക്കെയാണ്? കൺവെൻസ്, ട്രാവൽ, ഹോട്ടൽ, ബോർഡിംഗ് ആൻഡ് ലോഡ്ജിങ് എക്സ്പെൻസസ്. ഈ എക്സ്പെൻസസുകളൊക്കെ എംപ്ലോയി കോൺഫറൻസ് അറ്റൻഡ് ചെയ്യുന്നതിന് വേണ്ടി എംപ്ലോയർ എടുത്തിരിക്കുന്ന ഈ എക്സ്പെൻസൊക്കെ എന്താണ്? ടാക്സ് ഫ്രീ ആണ്. ട്രാവൽ ആക്സ് പെയ്ഡ് ബൈ റീഇംബേഴ്സ്ഡ് ഇൻട്രസ്റ്റ് ഫ്രീ ലോൺസ് 20,000 കൂടിയിട്ടില്ലാന്നുണ്ടെങ്കിൽ എടുത്തിരിക്കുന്ന ലോണിൻ്റെ മുകളിൽ ഇൻട്രസ്റ്റ് എന്താണ്? ഇൻട്രസ്റ്റ് ഫ്രീ ലോൺസ് എന്തൊക്കെയാണ്? ഇൻട്രസ്റ്റ് ഫ്രീ ലോണിൽ 20,000 അതിൻ്റെ എമൗണ്ട് 20,000 മുകളിൽ പോയിട്ടുള്ളതെന്നുണ്ടെങ്കിൽ ടാക്സ് ഫ്രീ ആണ്. അടുത്ത ഡിഡക്ഷൻ ഫ്രം സാലറി. ഇപ്പോൾ ഇത്രയൊക്കെയാണ് എന്താണ് നമുക്ക് എക്സംഷൻസ് ഉള്ള പ്രിക്വസിറ്റ്സ്. ചില കണ്ടീഷൻസ് ഉണ്ട്, അത് താഴെ വായിച്ചു പോകണം, നിങ്ങൾ ജസ്റ്റ് വായിച്ചാൽ മതിയാകും. അടുത്തത് ഡിഡക്ഷൻ ഫ്രം സാലറീസിൽ ചില ഡിഡക്ഷൻസ് നമുക്ക് ലഭിക്കുന്നുണ്ട്. ഇൻകം ചാർജബിൾ അണ്ടർ ദ ഹെഡ് സാലറീസ് ഇസ് സബ്ജക്റ്റ് ടു സ്പെസിഫിക് ഡിഡക്ഷൻ. ഇതൊക്കെയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ നമുക്ക് ലഭിക്കുന്നുണ്ട്. ദ ഡിഡക്ഷൻ റീഇൻട്രൊഡ്യൂസ് ഫോർ അസസ്മെൻറ്റ് ഇയർ എയിംഡ് അറ്റ് പ്രൊവൈഡിങ് സ്റ്റാൻഡേർഡ് റിലീഫ് സാലറി എംപ്ലോയീസിന് ഒരു റിലീഫ് പോലെയാണ് ഇത് കൊണ്ടുവന്നിരിക്കുന്നത്. എന്താണ് സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ വരുന്നത്? ഡിഡക്ഷൻ ഈസ് ദ ലീസ്റ്റ് ഓഫ് ദ ഫോളോയിങ്. ഇതിൽ ലീസ്റ്റ് ആയിട്ടുള്ള എമൗണ്ട് ഏതാണോ അതായിരിക്കും നമുക്ക് ഡിഡക്ഷൻ കിട്ടുക. ഒന്നെങ്കിൽ 50,000 റുപ്പീസ്, 50,000, അല്ലെങ്കിൽ ആക്ച്വൽ എമൗണ്ട് ഓഫ് ഗ്രോസ് സാലറി. ഇതിൽ ഏതാണോ ലീസ്റ്റ് എമൗണ്ട് അതായിരിക്കും നമുക്ക് ഡിഡക്ഷനായിട്ട് സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ ലഭിക്കുക. അടുത്ത എൻ്റർടൈൻമെൻറ്റ് അലവൻസ് ഇസ് ടിപ്പിക്കലി ഗ്രാൻറ്റഡ് ടു എംപ്ലോയീസ് എസ്പെഷ്യലി സീനിയർ ഓഫീസർ ടു എൻ്റർടൈൻ ക്ലയൻറ്റ് ആൻഡ് കസ്റ്റമർ. എൻ്റർടൈൻമെൻറ്റ് അലവൻസ് ആർക്കൊക്കെയാണ് സാധാരണ കിട്ടുക? സീനിയർ ഓഫീസേഴ്സിനാണ്. ടു എൻ്റർടൈൻ ക്ലയൻറ്റ്സ് ആൻഡ് കസ്റ്റമറിനെയും ക്ലയൻസിനെ എൻ്റർടൈൻ ചെയ്യുന്നതിന് വേണ്ടിയാണ് ഇത്തരത്തിലുള്ള അലവൻസ് ലഭിക്കുക. ഗവൺമെൻറ് എംപ്ലോയീസ് ആണെങ്കിൽ ഇതിൽ ഏതാണോ ലീസ്റ്റ് എമൗണ്ട് അതായിരിക്കും ഡിഡക്റ്റ് ചെയ്ത് കിട്ടുക. അതിൽ ₹5,000 അല്ലെങ്കിൽ 1/5 20% ഓഫ് ദ എംപ്ലോയീസ് സാലറി ഓർ എമൗണ്ട് ഓഫ് എൻ്റർടൈൻമെൻറ്റ് അലവൻസ് ഗ്രാൻറ്റഡ് ഡ്യൂറിങ് ദ ഇയർ. ഇതിലേതാണ് ലീസ്റ്റ് എമൗണ്ട് അതായിരിക്കും അവർക്ക് ഡിഡക്ഷനായിട്ട് ലഭിക്കുക. അത് നോൺ ഗവൺമെൻറ് എംപ്ലോയി ആണെങ്കിൽ ആസ് ഓഫ് അസസ്മെൻറ്റ് ഇയർ 2002 to 3 വരെ ദ ഡിഡക്ഷൻ ഓഫ് ദ എൻ്റർടൈൻമെൻറ്റ് അലവൻസ് ഹാസ് ബീൻ അബോളിഷ്ഡ് ഫോർ നോൺ ഗവൺമെൻറ് എംപ്ലോയീസ്. അബോളിഷ്ഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റദ്ദാക്കിയിട്ടുണ്ട്. ഇനി സാലറി ഡെഫിനിഷൻ. ഫോർ ദിസ് പർപ്പസസ് സാലറി എങ്ങനെയാണ് കണക്കാക്കുക? ബേസിക് സാലറി ഇസ് കൺസിഡേർഡ്, ഡിയർനെസ് അലവൻസ് ആൻഡ് അതർ അലവൻസ് ആർ എക്സ്ക്ലൂഡഡ്. ഫോർ ദിസ് പർപ്പസ് ഓൺലി ബേസിക് സാലറി കൺസിഡർ. ബേസിക് സാലറി മാത്രമേ എൻ്റർടൈൻമെൻറ്റ് അലവൻസ് കാണുന്നതിന് വേണ്ടി ബേസിക് സാലറി മാത്രമേ കൺസിഡർ ചെയ്യുന്നുള്ളൂ. ബാക്കി അലവൻസൊക്കെ എന്താണ്? ഡിയർനെസ് അലവൻസൊക്കെ അതുപോലെ മറ്റ് അതർ അലവൻസും എക്സ്ക്ലൂഡഡ് ആണ്, ഒഴിവാക്കിയിട്ടുണ്ട്. Tax on employment, also known as professional tax. This tax is levied by the state government and paid by the employee.
ഇത് സ്റ്റേറ്റ് ഗവൺമെൻറ് ഇമ്പോസ് ചെയ്തിരിക്കുന്ന ടാക്സാണ് പ്രൊഫഷണൽ ടാക്സ് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ഡിഡക്റ്റഡ് ഫ്രം ദ ഗ്രോസ് സാലറി ഇൻ ദ ഇയർ ഇറ്റ്സ് പെയ്ഡ്. നമ്മൾ പേ ചെയ്തിരിക്കുന്ന ഗ്രോസ് സാലറി മുകളിൽ ഡിഡക്ഷൻ നമുക്ക് ലഭിക്കും. ഗ്രോസ് സാലറി മുകളിൽ ഇത് ഡിഡക്റ്റബിൾ ആണ്. ദ മാക്സിമം എമൗണ്ട് ഓഫ് പ്രൊഫഷണൽ ടാക്സ് ദാറ്റ് ക്യാൻ ബി ലീവ്ഡ് ഓൺ ദ എംപ്ലോയി. ഒരു എംപ്ലോയിയുടെ മുകളിൽ എന്താണ് പ്രൊഫഷണൽ ടാക്സ് എത്രത്തോളമാണ് പെർ ഇയർ? 2500 വരെയാണ്. ഇഫ് ദ എംപ്ലോയർ പേ ദ പ്രൊഫഷണൽ ടാക്സ് ഇറ്റ് ഈസ് ഇൻക്ലൂഡഡ് in the salary but the deductible before computing taxable salary. However, it is treated as the general perquisites. ഇവിടെ പ്രൊഫഷണൽ ടാക്സ് എംപ്ലോയർ പേ ചെയ്യിക്കും. ഇറ്റ് ഈസ് ഇൻക്ലൂഡ് ഇൻ ദ സാലറി ബട്ട് ഈസ് ഡിഡക്റ്റഡ് ബിഫോർ കമ്പ്യൂട്ടിങ് ടാക്സബിൾ സാലറി. പക്ഷേ അത് ഡിഡക്റ്റ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ ടാക്സബിൾ സാലറി കമ്പ്യൂട്ട് ചെയ്യുന്നതിന് മുമ്പ് തന്നെ അത് ഡിഡക്റ്റ് ചെയ്യുകയും ചെയ്തു കഴിഞ്ഞാൽ ഇതിനെ ജനറൽ പെർക്വിസിറ്റ്സ് ആയിട്ടാണ് കണക്കാക്കുന്നത്. ഒരു ക്വസ്റ്റ്യൻ ഇവിടെ ഉണ്ട്. മിസ്റ്റർ സഞ്ജീവ് ഈസ് എംപ്ലോയർ ആസ് എ മാനേജർ ഇൻ RBI. ദ ഫോളോയിങ് ഡീറ്റെയിൽസ് ആർ പ്രൊവൈഡഡ്. ബേസിക് പേ 48,000 പെർ മന്ത് ആണ്. ഡിയർനെസ് അലവൻസ് 18,000 പെർ മന്ത്. 20% ഓഫ് റിട്ടയർമെൻറ്റ് ബെനിഫിറ്റ്. HR 15,000 പെർ മന്ത്. റെൻറ്റ് പെയ്ഡ് 18,000 പെർ മന്ത്. അപ്പോൾ നമുക്ക് ഗ്രോസ് സാലറി കാൽക്കുലേഷൻ ആദ്യം കാണണം. ബേസിക് സാലറി പറഞ്ഞിരിക്കുന്നത് 48,000 രൂപയാണ്. പെർ ഇൻറ്റു 12 എത്രയാണ് കിട്ടുക? 5,76,000 രൂപ. ഡിയർനെസ് അലവൻസ് 18,000 ഇൻറ്റു 12 എത്ര കിട്ടും? 2,60,000 കിട്ടും. അപ്പോൾ ഗ്രോസ് സാലറി എന്ന് പറയുന്നത് 5,76,000 പ്ലസ് 2,60,000 ഈസ് ഈക്വൽ ടു 8,70,920 ആണ് ഗ്രോസ് സാലറി എന്ന് പറയുന്നത്. ഇനി നമുക്ക് കാണുന്ന സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ നമുക്ക് കാണാം. സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ എത്രയാണ്? 50,000 ആണ്. ടാക്സബിൾ സാലറി ഗ്രോസ് സാലറി എന്ന് പറയുന്നത് എത്രയാണെന്ന്? 8,10,920 രൂപയാണ്. അപ്പം ലെസ് സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ 50,000. ഇതിൽ നിന്ന് ഈ എമൗണ്ടിൽ നിന്ന് 50,000 കുറച്ച് നമുക്ക് കിട്ടും. 7,60,920 രൂപയാണ് ടാക്സബിൾ സാലറി ആയിട്ട് വരിക. ഇനി HR എക്സംഷൻസ് നമുക്ക് കാണാം. HR എത്രയാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്? 15,000 പെർ മന്ത് ആണ്. ഇൻറ്റു 12 എത്ര നമുക്ക് കിട്ടും? 1 ഇയറിലേക്ക് 1,80,000 കിട്ടും. എക്സെപ്ഷൻസ് നമുക്ക് ലീസ്റ്റ് ഓഫ് ഇതിലേറ്റവും ലീസ്റ്റ് ആയിട്ടുള്ള മണിയാണ് നമ്മൾ എക്സംഷൻസ് ആയിട്ട് എടുക്കും. ബേസിക് പേ കാണുന്നതിന് വേണ്ടി 48,000 പെർ മന്ത്. DA ഈസ് ഈക്വൽ ടു എത്രയാണ്? 18,000 പെർ മന്ത്. ബട്ട് ഓൺലി 20% ഫോർ റിട്ടയർമെൻറ്റ് ബെനിഫിറ്റ് ആ സ്പെസിഫൈഡ്. 20% മാത്രമാണ് റിട്ടയർ ബെനിഫിറ്റ് എന്ന് പറഞ്ഞതുകൊണ്ട് തന്നെ നമ്മൾ ആദ്യം ഇതിൻ്റെ 20% കാണണം. അപ്പം 18,000-ൻ്റെ 20% എത്ര കിട്ടും? നമുക്ക് 3,600 രൂപ കിട്ടും. അപ്പം നമ്മൾ എങ്ങനെയാണ് ബേസിക് പേ എങ്ങനെ കാണാം? HR എങ്ങനെ കാണാം? ബേസിക് പേ പ്ലസ് ഡിയർനെസ് അലവൻസ് റിട്ടയർമെൻറ്റ് പോർഷൻ. അപ്പം 48,000 പ്ലസ് 3,600 ഈസ് ഈക്വൽ ടു 51,600 പെർ മന്ത് ആനുവൽ സാലറി. അപ്പം നമുക്ക് ആനുവൽ സാലറി കാണുന്നതിന് വേണ്ടി എത്രയാണ്? 51,600 ഇൻറ്റു 12 6,90,200 കിട്ടും. ആക്ച്വൽ HR നമുക്ക് എത്രയാണ് കിട്ടിയത്? 1,80,000 ആണ്. 15,000 ഇൻറ്റു 12,000 15,000 ഇൻറ്റു 12. അപ്പം റെൻറ്റ് പെയ്ഡ് 10% ഓഫ് ദ സാലറി. 10% ഓഫ് ദ സാലറിയാണ് റെൻറ്റ് പേ ചെയ്തിരിക്കുന്നത്. അപ്പം നമ്മൾ ഈ എമൗണ്ടിൻ്റെ എന്താണ് $2,16,000 61,920 നമ്മൾ ഡിഡക്റ്റ് ചെയ്യുമ്പോൾ നമ്മൾക്ക് കിട്ടുന്ന എത്രയാണ്? 1,54,080 രൂപ കിട്ടും. അപ്പം ഇതിൻ്റെ 50% ഓഫ് സാലറി കാണണം. ഇസ് ഈക്വൽ ടു 2,80,000 നമുക്ക് കിട്ടും. അപ്പം എക്സംപ്റ്റഡ് HR എന്ന് പറയുന്നത് എത്രയാണ്? 1,54,080 രൂപയാണ്. ഇനി ടാക്സബിൾ HR എത്രയാണ്?
1,80,000 നിന്ന് നമ്മൾ 1,54,050 രൂപ കുറച്ച് കഴിഞ്ഞാൽ 25,920 രൂപ നമുക്ക് ലഭിക്കും. ഇത് വന്നിരിക്കുന്ന 50% ഓഫ് സാലറി വരാൻ കാരണം നമ്മൾ ലൊക്കേഷൻ എവിടെയാണോ നമ്മുടെ ലൊക്കേഷൻ ഇരിക്കുന്നത്, നമ്മൾ ക്വസ്റ്റ്യൻ ഇവിടെ ഫുള്ളായിട്ട് കൊടുത്തിട്ടില്ല, ക്വസ്റ്റ്യൻ ടെക്സ്റ്റിനകത്തുണ്ട്. നമ്മുടെ ലൊക്കേഷൻ ഡിപ്പെൻഡ് ചെയ്തിട്ടുള്ളത് നമ്മൾ പഠിച്ചിട്ടുണ്ട്. സിറ്റീസിലാണെങ്കിൽ അതുപോലെ സിറ്റി പോലുള്ള എന്താണ് ഡൽഹി അങ്ങനെയുള്ള ഏരിയകൾ വരുമ്പം എത്രയാണ് പെർസെൻറ്റേജ് വരിക, HR വരിക എന്നുള്ളത് നമ്മൾ കഴിഞ്ഞ ചാപ്റ്ററിൽ പഠിച്ചിട്ടുണ്ട്. അപ്പം അങ്ങനെയാണ് 50% വന്നിരിക്കുന്നത്. അതുപോലെ നമ്മൾ റെൻറ്റ് പേ ചെയ്തു, ആക്ച്വൽ റെൻറ്റ് പേ ചെയ്തതും അതിൻ്റെ കൂടെ മൈനസ് നമ്മൾ സാലറി 10% ഡിഡക്റ്റ് ചെയ്യണം. അതൊക്കെ കഴിഞ്ഞ ചാപ്റ്ററിൽ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയാണ് ഈ ഒരു എമൗണ്ട് നമുക്ക് കിട്ടിയിരിക്കുന്നത്. അപ്പം ടോട്ടൽ ടാക്സബിൾ സാലറി എന്ന് പറയുന്നത് 7,60,920 നിന്നും 25,920 രൂപ ഡിഡക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടും 7,42,000 രൂപയാണ് ടോട്ടൽ ടാക്സബിൾ സാലറി ആയിട്ട് കണക്കാക്കപ്പെടുന്നത്. അതുപോലെ സിമിലർ ക്വസ്റ്റ്യൻസ് ഇവിടെ ഉണ്ട്, ജസ്റ്റ് അതിൻ്റെ നോക്കി പോയാൽ മതി. ഇത്രയൊക്കെയാണ്.